ഞാനും കടന്നു വരുന്നു. ഇതാണ് ഉപവാസം. അതുവഴി പ്രാർത്ഥനയ്ക്കൊരു വലിയ ശക്തി. വീണ്ടും ഉപവാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിൽ പവർ നമുക്ക് കിട്ടും. എന്നെ തന്നെ അതിജീവിക്കാൻ വിൽ പവർ. ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റും. ഭക്ഷണം കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റും. എത്ര ദിവസം വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ ഒരു ചിന്ത ഒരു വിൽ പവറാണ്. ആ വിൽ പവർ അവിടെ കിട്ടുമ്പോൾ മറ്റു പലതിനും വിൽ പവർ കിട്ടും. കള്ളുകൂടി വേണ്ടെന്ന് വെക്കാൻ പറ്റും. ജടികമായ തിന്മകൾ വേണ്ടെന്ന് വെക്കാൻ പറ്റും. ബ്ലൂ ഫിലിം വേണ്ടെന്ന് വെക്കാൻ പറ്റും. അമിതമായ മൊബൈൽ അറ്റാച്ച്മെൻറ്റ് വേണ്ടെന്ന് വെക്കാൻ പറ്റും. പലതും വേണ്ടെന്ന് വെക്കാൻ പറ്റും എന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. ഭക്ഷണം വേണ്ട എന്ന് വെക്കുമ്പോൾ അത് വെറും ഒരു ഭക്ഷണത്തിൻ്റെ ഇത് മാത്രമല്ല, ജീവിതത്തിൽ മറ്റു പലതുമാണ്. നമ്മൾ പറയും നോമ്പുകാലം. നോമ്പെന്ന് പറഞ്ഞാൽ പലരും ഓർക്കും വർജിക്കൽ. വർജിക്കൽ മാത്രമല്ല, ആർജിക്കലുമുണ്ട്. വർജിക്കലും ആർജിക്കലും. ഞാൻ ഭക്ഷണം വേണ്ടാന്ന് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വർജിച്ചു, ഭക്ഷണത്തെ വർജിച്ചു. അതുകൊണ്ടായില്ല, ആർജിക്കണം. അങ്ങനെ വെടിയുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവിക ശക്തി ഞാൻ ആർജിക്കണം. നന്മയുടെ കിരണങ്ങൾ ഞാൻ ആർജിക്കണം. എല്ലാ നല്ല വശങ്ങളും ഞാൻ ആർജിക്കണം. അപ്പം അങ്ങനെ ആർജിക്കാനുള്ള ഒരു കരുത്ത്, ബലമാണ് ഉപവാസം വഴി നമുക്ക് ലഭിക്കുക. അത് കഴിയുമ്പോൾ ഒരാത്മധൈര്യം, ഒപ്പം ദേഹത്തിൻ്റെ ശുദ്ധീകരണം, വാക്കുകളുടെ വിശദീകരണം, ചിന്തകളുടെ ഒരു വലിയ വിശുദ്ധി, ഇതെല്ലാം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥനയിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. നമുക്കും കൊച്ചു കൊച്ചു ത്യാഗം നമുക്കെടുക്കാം. ജീവിതത്തിൽ ഒരാൾ ത്യാഗമെടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ വരുമല്ലോ. ആ ഒരു ഓർമ്മ നമുക്ക് വേണം. കാരണം ത്യാഗം കഴിഞ്ഞ് ഒരു നന്മ വരുള്ളൂ. ഈറ്റക്കമ്പുകൾ വെട്ടി വെട്ടി കൂർപ്പിച്ചാൽ ഒരു നല്ല നാടൻ നക്ഷത്രം ഉണ്ടാക്കാൻ പറ്റൂ. ഈ ഒരു ഓർമ്മ ജീവിതത്തിൻ്റെ പകുതി സന്തോഷവും ദുഃഖവുമാണ്. ഒരു ഓർഗൻ്റെ പകുതി കറുത്ത കട്ട, വെളുത്ത കട്ട. ദിവസത്തിൻ്റെ പകുതി ഇരുട്ട്, പകുതി പകൽ. എന്തിൻ്റെ ഏതിനിടയിൽ മനക്കരുത്തോടെ നിൽക്കാൻ ഉപവാസം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതി ഉണ്ടാകണം. കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ ഒരമ്മയ്ക്ക് പറ്റിയോ ചെയ്യണം, അപ്പന് പറ്റിയോ അത് ചെയ്യണം. സമൂഹത്തിൽ പ്രശ്നമുണ്ടായോ, സമൂഹത്തെ നയിക്കുന്നവർ ഭക്ഷണം വെടിയണം, വെടിഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു ഉൾക്കരുത്ത് കിട്ടും, ഉദ്ദേശത്തിൻ്റെ സാക്ഷാത്കാരവും ലഭിക്കും. നമുക്കും ഉപവസിക്കാം, ത്യാഗമെടുക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാം. നന്ദി, നമസ്കാരം. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടി. ചമൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. ലഹരിക്കടിമയായ സഹോദരൻ അർജുനാണ് വെട്ടിയത്. പാലക്കാട് വണ്ടാഴിയിൽ ഗൃഹനാഥൻ സ്വയം വെടിയുതിർത്ത് രാവിലെയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ദിവസത്തെ പ്രധാന വാർത്തകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുണ്ട്. ആശമാരുടെ സമരമടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നിയമസഭയിൽ എത്തുന്നുണ്ട്. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനലാണ്. പ്രതീക്ഷയോടെ ഇന്ത്യ ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണാം. അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് പോകും മുമ്പ് നമുക്കാദ്യം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി. പലതവണ ശ്വാസതടസ്സം അനുഭവപ്പെട്ടെന്ന് വത്തിക്കാൻ. അണുബാധയും കടുത്തു. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്റർ സഹായത്തിൽ. സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുവെന്ന് ജമീലി ആശുപത്രി. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലം തകർന്നതെങ്ങനെ? ഗർഡറുകൾ ഉറപ്പിച്ചതിൽ അപാകതയെന്ന കുറ്റപ്പെടുത്തൽ. കോഴിക്കോട് NITയിലെ വിദഗ്ധർ പരിശോധിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. അന്വേഷണം ആവശ്യപ്പെട്ട് നിതിൻ ഗഡ്കരിക്ക് KC വേണുഗോപാലിന്റെ കത്ത്. മഞ്ചേശ്വരത്ത് കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് 3 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ സംഘം. ഒരാളുടെ നില ഗുരുതരം.
10 ക്ലാസ്സുകാരൻ ഷഹബാസിനെ കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെ എന്ന നിഗമനത്തിൽ പോലീസ്. പ്രതികളുടെ വീടുകളിൽ നിന്ന് കിട്ടിയ ഫോണുകളിൽ നിർണായക വിവരങ്ങൾ. വ്യക്തതയ്ക്കായി ശാസ്ത്രീയ പരിശോധന നടത്തും. പിടിച്ചെടുത്ത നഞ്ചക്കും ലാപ്ടോപ്പും കോടതിയിൽ ഹാജരാക്കി. ലഹരി വ്യാപനം തടയാൻ നടപടികൾ കർശനമാക്കി പോലീസ്. കൊച്ചിയിൽ ലഹരി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ പരിശോധന. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും നിരീക്ഷണം. ആശമാരുടെ സമരം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടും. ആഴക്കടൽ ഖനനത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും. രഞ്ജി ട്രോഫിയിൽ ചരിത്രം കുറിച്ച കേരളത്തിന്റെ അഭിമാന താരങ്ങൾക്ക് ഇന്ന് ആദരം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. നാഗ്പൂരിൽ നിന്ന് മടങ്ങിയെത്തിയ ടീമിന് ഗംഭീര സ്വീകരണം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ സെമി ഫൈനൽ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പൊടിപാറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി. കടുത്ത അണുബാധയും ശ്വാസതടസ്സവും നേരിടുന്നതായി ജമേലി ആശുപത്രി അധികൃതർ അറിയിച്ചു. വെന്റിലേറ്ററിൽ സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി KP അഭിലാഷ്. ഇതിനിടെ പലതവണ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കകൾ ഉണ്ടായെങ്കിലും ഒരു സ്ഥിരതയോടെ തിരിച്ചു വരികയാണെന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവമേറിയതാണെന്ന് തോന്നുന്നു. എന്താണ് ജമേലി ആശുപത്രി അറിയിക്കുന്നത്? ശ്രീജ, ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരം എന്നാണ് ജമേലിയ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് പലപ്പോഴായി ആരോഗ്യനില മോശമായിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു വരുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 18 ദിവസത്തിനിടയിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പലതവണയായി മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടായി എന്നത് മാത്രവുമല്ല, അണുബാധ അതിരൂക്ഷവുമാണ് എന്നതാണ് ആശുപത്രി അധികൃതരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ വെന്റിലേറ്ററിൻ്റെയും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തി പോന്നിരുന്നത്. അതിനിടയിൽ കാര്യമായ പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. മാർപ്പാപ്പ സ്വയം ഭക്ഷണം കഴിക്കുകയും പത്രം വായിക്കുകയും ഒക്കെ ചെയ്തു എന്നതും അത് നല്ല ലക്ഷണങ്ങളാണ് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ പിന്നീട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം, അതായത് വത്തിക്കാൻ സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം, ഇപ്പോൾ വത്തിക്കാനിൽ പുലർച്ചെ 2 മണിയാണ് സമയം, സാങ്കേതികമായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യനില മോശമായി എന്നുള്ളതാണ് വസ്തുത. അത് മാത്രവുമല്ല, സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 14 ആയിരുന്നു മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ന്യൂമോണിയ കൂടി ബാധിച്ചതോടുകൂടിയായിരുന്നു ആരോഗ്യനില മോശമാവുകയും ചെയ്തത്. ഈ 18 ദിവസത്തെ ആശുപത്രിവാസത്തിനിടെ 2 തവണയാണ് ഇതിനു മുമ്പ് ഗുരുതരമായ സാഹചര്യത്തിലൂടെ മാർപ്പാപ്പ കടന്നുപോയത്. ആ 2 തവണയും അതിനെ അതിജീവിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കഴിഞ്ഞ 2 തവണ ഉണ്ടായ ഗുരുതരമായ സാഹചര്യത്തെക്കാൾ മോശമായ ആരോഗ്യാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർപ്പാപ്പ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും, അതായത് കൃത്രിമ ശ്വാസം അടക്കം നൽകിക്കൊണ്ട് മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചികിത്സ തുടരുകയും ചെയ്യുന്നത്. ഒപ്പം പ്രാർത്ഥനകൾ ഇപ്പോഴും തുടരുകയാണ്. വത്തിക്കാൻ ചത്തുരത്തിൽ ഉൾപ്പെടെ
ഇപ്പോഴും നിരവധിയായ വിശ്വാസികൾ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ മാർപ്പാപ്പ തന്നെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സന്ദേശം നൽകിയിരുന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തനിക്ക് നിരവധിയായ ആശംസകൾ ഉൾപ്പെടെ എത്തുന്നുണ്ട് എന്ന തരത്തിലൊക്കെ ഈ അസുഖബാധിതനായതിനു ശേഷവും മാർപ്പാപ്പയുടെ ഭാഗത്ത് നിന്ന് സന്ദേശമായി പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. രാത്രി സമയമാണ് എങ്കിൽ പോലും വിശ്വാസികൾ ഇപ്പോഴും പ്രാർത്ഥനകളിൽ അടക്കം മുഴുകിയിരിക്കുന്ന സാഹചര്യമാണ്. ഒപ്പം ആശുപത്രി അധികൃതരും സൂക്ഷ്മമായി തന്നെ മാർപ്പാപ്പയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയുമാണ്. ഇതിനിടയിലാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രതികരണത്തിൽ ആണ് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ, അതായത് ആരോഗ്യനില മോശമായ നേരത്തെ ഉണ്ടായ സാഹചര്യത്തെക്കാൾ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം. 2 തവണ നേരത്തെ അതിരൂക്ഷമായ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതിലും മോശമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്വാസതടസ്സം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പരിഹരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കൃത്രിമ ശ്വാസോച്ഛ്വാസമാണ് മാർപ്പാപ്പ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അണുബാധ കുറയ്ക്കുന്നതിനും ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. അത് രണ്ടും പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് ശ്വാസതടസ്സവും അതോടൊപ്പം തന്നെ അണുബാധ കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തീവ്രമായി തന്നെ തുടരുന്നു എന്നാണ് ജമേലിയ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ശ്രീജ. KP അഭിലാഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 18 ദിവസമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ തുടരുകയാണ്. അദ്ദേഹം മാർപ്പാപ്പയായി ചുമതലയേറ്റ ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ഇടവേള വിശ്വാസികളെ കാണുന്നതിൽ നിന്ന് 3 ഞായറാഴ്ചയായി അദ്ദേഹം വിശ്വാസികളെ പ്രാർത്ഥനാ സമയത്ത് കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാർപ്പാപ്പ ആയി ചുമതലയേറ്റ ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം വിശ്വാസികളെ കാണാതെയുള്ള സമയമാണ്. ആശുപത്രിയിൽ 18 ദിവസമായി തുടരുന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സം 2 തവണ അനുഭവപ്പെടുകയും 2 തവണ അത് പരിഹരിക്കുന്നതിനായുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നാണ് ജമേലിയ ആശുപത്രി അറിയിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. നിയമസഭയിലേക്കാണ്. ആശാ വർക്കർമാരുടെ സമരം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. റൂൾ 50 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. ഇതോടൊപ്പം ആഴക്കടൽ ഖനന നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന സർക്കാർ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഒരുപക്ഷെ ഈ ആശമാരുടെ സമരം തുടങ്ങിയത് ശേഷം എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത് ഇത് നിയമസഭാ സമ്മേളനത്തിന് മുൻപ് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നിയമസഭയിൽ ഈ വിഷയം എങ്ങനെ എത്തും, എന്തായിരിക്കും ആ സമരത്തെ എങ്ങനെയായിരിക്കും സർക്കാർ നിയമസഭയിൽ നേരിടുക എന്നതായിരുന്നു. ആ ദിവസമാണ് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു സമരമൊക്കെ നമ്മൾ നിയമസഭയ്ക്ക് മുന്നിലേക്ക് ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്ന് കണ്ടു. ഇന്ന് ഈ വിഷയം നിയമസഭയിൽ ഏത് തരത്തിലായിരിക്കും വരിക? ആശമാരുടെ സമരം വലിയ ഒരു ജനകീയ പ്രക്ഷോഭമായി മാറുകയാണ്. ഓരോ ദിവസവും പ്രതിപക്ഷം അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ബിജെപിയുടെ കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ളവർ, ബിജെപി നേതാക്കൾ, ഇന്ന് ബിജെപിയുടെ മഹിളാ മോർച്ച സെക്രട്ടറിയിലേക്ക് ഐക്യദാർഢ്യവുമായി ആശമാർക്ക് ഐക്യദാർഢ്യവുമായി മാർച്ച് നടത്തുന്നു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് CPM വിരുദ്ധ അല്ലെങ്കിൽ CPM അതിനെ മാറ്റി നിർത്തിയാൽ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി, CPM സംസ്ഥാന സെക്രട്ടറി പോലും സമരം പരിഹരിക്കണമെന്ന പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു. അങ്ങനെ വലിയൊരു പിന്തുണ സമരത്തിൽ കിട്ടുമ്പോഴാണ് നിയമസഭയിൽ ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. ഇന്നലെ ഭരണപക്ഷ MLA തന്നെ ശാന്തകുമാരിയാണ് ഇന്നലെ ഈ വിഷയം ആദ്യം സഭയിൽ കൊണ്ടുവന്നത്. ആശമാരുടെ ഇൻസെന്റീവും ഓണറേറിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സഹായം ഉടനടി ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് CPM MLA മുന്നോട്ട് വച്ചത്. ഇന്ന് റൂൾ 50 നോട്ടീസായി സഭാ നടപടി നിർത്തിയോ ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം സഭയിലെത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാകും ഈ നോട്ടീസ് നൽകുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ റൂൾ 50 നോട്ടീസാണിത്. ഇതിൽ ശക്തമായ വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി CPM സർക്കാരും ആശാ വർക്കർമാരോട് ഇടപെടുന്നുവെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇന്ന് പ്രതിപക്ഷത്തെ ഈ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ സർക്കാരിന് അതിരൂക്ഷ വിമർശനം ഉയരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ഇതൊരു സ്പോൺസേഡ് സമരമെന്ന വിലയിരുത്തൽ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. CITU ബദൽ സമരം ചെയ്യുന്നുണ്ട്, സമാന്തര സമരവുമായി രംഗത്തുണ്ട്. കേന്ദ്രമാണ് ഈ പൈസ നൽകേണ്ടത്, കേന്ദ്രമാണ് ആശമാർ
ആശമാർക്കുള്ള ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങളിൽ സഹായം നൽകാൻ 100 കോടി രൂപ ഇനിയും കേന്ദ്രം നൽകാനുണ്ട്. അതാണ് ഈ പ്രതിസന്ധി കാരണം. എന്നിട്ടും സർക്കാർ രാജ്യത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത തരത്തിൽ ആശമാർക്ക് വേതനം നൽകുന്നു എന്ന വിലയിരുത്തലാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിഷയം സഭയിൽ വരുമ്പോഴും അതേ നിലപാടാകും സർക്കാർ സ്വീകരിക്കുമെങ്കിൽ സഭയിൽ അതൊരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് ഉറപ്പാണ്. അരുൺ, ഇന്ന് നിയമസഭയിൽ മറ്റൊരു പ്രധാനപ്പെട്ട നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. അത് ആഴക്കടൽ ഖനന നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യമാണ്. അത് ഒരു പ്രമേയമായി തന്നെ അവതരിപ്പിക്കും. അത് ഏത് ഘട്ടത്തിലായിരിക്കും വരിക? അതിന് ഒരു പ്രതിപക്ഷത്തു നിന്നൊരു പിന്തുണ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശൂന്യവേളയിലാകും സർക്കാർ പ്രമേയം. ചട്ടം 118 അനുസരിച്ച് സർക്കാർ പ്രമേയം ആഴക്കടൽ ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിക്കുക. കേന്ദ്രം ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഈ നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നോട്ടീസിൽ പറയുന്നത്. കടലിലെ അമൂല്യമായ മത്സ്യസമ്പത്തിനും ജൈവ വൈവിധ്യത്തിനും കനത്ത ആഘാതം ഏൽപ്പിക്കുന്ന നടപടിയുമായാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് ഈ പ്രമേയത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. സംസ്ഥാന സർക്കാർ ഇതിന് ഒത്താശയെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കുറേ ദിവസങ്ങളായി ഒരു വശത്ത് സംസ്ഥാന നിയമമന്ത്രി പി രാജീവും മറുവശത്ത് പ്രതിപക്ഷവുമായ വിഷയത്തിൽ വാക്കുതർക്കങ്ങൾ നടക്കുകയാണ്. എന്നാൽ സംസ്ഥാനം പലതവണ എതിർത്തു. 3 തവണ കത്തയച്ചു. നേരത്തെ തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരുന്നു. എങ്കിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ കൂടി വിഷയത്തിൽ നിലപാടെടുക്കുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ കൂടി നിലപാടെടുക്കുന്നു. കടലിലെ മത്സ്യസമ്പത്തും ആഴക്കടൽ ജൈവവൈവിധ്യത്തിനും ഏറെ ആഘാതമുണ്ടാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ നീക്കം. നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന കയറ്റുമതി ഇനമാണ് മത്സ്യസമ്പത്ത്. ആ മത്സ്യസമ്പത്തിന് വംശനാശം വരുത്തുന്ന ഏത് പ്രവർത്തനവും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സമ്പദ്ഘടനയെ തകർക്കുന്നതാണ്. കേരളത്തിന്റെ പരമ്പരാഗത മത്സ്യമേഖലയായ കൊല്ലം പ്രദേശത്ത് ധാതുഖനന ലേലം നടത്താനുള്ള കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നടപടി വലിയ ആശങ്കയോടെയാണ് കേരളം സംസ്ഥാനത്തെ ജനങ്ങളും നിയമസഭയും വീക്ഷിക്കുന്നതെന്ന് ഈ പ്രമേയത്തിൽ മുഖ്യമന്ത്രി പറയും. സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെയും അതുപോലെ തന്നെ പാരിസ്ഥിതിക സന്തുലനത്തെയും ഗണ്യമായ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഏകകണ്ഠമായി സഭ അഭിപ്രായപ്പെടണമെന്ന ആവശ്യമാണ് സർക്കാരിനുള്ളത്. പ്രതിപക്ഷവും സർക്കാരിന്റെ ഈ നീക്കത്തെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത. സർക്കാരിനെതിരെ ചില കുറ്റപ്പെടുത്തൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ സർക്കാർ പ്രമേയം ഏകകണ്ഠമായി സഭ പാസാക്കാൻ തന്നെയാണ് സാധ്യത. പ്രതിപക്ഷം എല്ലാ പിന്തുണയും ഈ വിഷയത്തിൽ സർക്കാരിന് നൽകുമെന്നാണ് അറിയുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശമാരുടെ സമരം ഒരു റൂൾ 50 നോട്ടീസായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നു. നേരത്തെ ഈ വിഷയത്തിൽ പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിയമസഭയിൽ എളമരം കരീം തന്നെ ഈ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ചോദ്യത്തിന് മറുപടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച അതൊക്കെ ഇപ്പോൾ ഈയിടെയായി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തുനിന്ന് കാണാം. ഇതോടൊപ്പമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ശക്തമായ പ്രതിഷേധം, ആഴക്കടൽ ഖനനത്തിൽ ഉള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള സർക്കാർ നീക്കവും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, CPMന്റെ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ചുവന്ന കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് പതാക ഉയരും. 486 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റം എങ്ങനെ വേണം എന്ന് വ്യക്തമാക്കുന്ന രേഖയും സമ്മേളനത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. CPMന് അതിശക്തമായ സംഘടനാ അടിത്തറയുള്ള ജില്ലയാണ് കൊല്ലം. ശൂരനാട് കലാപത്തിന്റെ നാട് സമരപാരമ്പര്യത്തിലും പിന്നിലല്ല. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക, കൊടിമര, ദീപശിഖാ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. പാർട്ടി പതാക ഉയരുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സമ്മേളനത്തിന് ശേഷം സംസ്ഥാനത്തും ദേശീയതലത്തിലുമുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും വിശദമാക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. വിമർശനവും സ്വയം വിമർശനവും അടങ്ങിയ റിപ്പോർട്ടിൽ 2 ദിവസം വിശദ ചർച്ച നടക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇഴകീറി പരിശോധിക്കപ്പെടും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങളും തെറ്റുതിരുത്തൽ നടപടികളും എവിടം വരെയായി എന്ന പരിശോധനയും പ്രധാനമാണ്. സംഘടനാ ചർച്ചകൾക്കപ്പുറം സംസ്ഥാന വികസനം ചർച്ച ചെയ്യുന്ന പ്രത്യേക രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി
സമ്മേളന നടപടിക്ക് തുടക്കം കുറിക്കും. 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നം, അതിവിപുലമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരിക. തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിച്ചാണ് CPM സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തവണയും വികസന രേഖ ഇത്ര പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത്. ഭരണം തുടരാൻ വേണ്ട നയപരവും രാഷ്ട്രീയവുമായ നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ ഉയരും. സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരുമെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സംസ്ഥാന സമിതിയിലും പുതുമുഖങ്ങൾക്ക് വഴിയൊരുങ്ങും. VV അരുൺ, ന്യൂസ് 18, കൊല്ലം. അംഗങ്ങൾക്ക് മദ്യപിക്കാമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി CPM-ലും CPI-ലും ഒക്കെ ഉയരുകയാണ്. CPM-ൽ മദ്യപാനം നിഷിദ്ധമാണ്, മദ്യപിക്കുന്നവർ ഈ പാർട്ടിയിൽ ഉണ്ടാവരുത് എന്ന് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പക്ഷേ CPI-ൽ ആശയക്കുഴപ്പം അവസാനിക്കുന്നില്ല. മദ്യപിക്കാമെന്നും പരസ്യമായി മദ്യപിച്ച് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കരുതെന്നും പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോൾ മുൻ നിലപാട് വിഴുങ്ങി. മാധ്യമങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പുതിയ വ്യാഖ്യാനം. മദ്യപാനം ഒരു ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച നിലയിൽ പങ്കെടുത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയോ ചെയ്യരുത്. മദ്യപിച്ചുകൊണ്ട് പൊതുവേദിയിൽ ഹാജരാകാൻ പാടില്ല. മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ. പാർട്ടി അംഗങ്ങൾ മദ്യപിക്കുന്നത് ശരിയാണോ എന്ന ഉൾപാർട്ടി സംശയങ്ങൾക്ക് അറുതി വരുത്താനെന്ന വണ്ണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി ആസ്ഥാനത്ത് വച്ച് ജനുവരി 10 പറഞ്ഞതാണിത്. മദ്യപാനവുമായി ബന്ധപ്പെട്ട പാർട്ടി പെരുമാറ്റച്ചട്ടത്തിൽ അണികൾക്കു മാത്രമല്ല നേതാക്കൾക്കും ആശയക്കുഴപ്പമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ നവയുഗത്തിലൂടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകിയ കത്തിൽ നിലപാടിൽ നിന്ന് ബിനോയ് വിശ്വം പിന്നോട്ടു പോയി എന്ന് മാത്രമല്ല പഴി മുഴുവൻ മാധ്യമങ്ങൾക്ക് മേൽ ചാരുകയും ചെയ്തു. മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും പിടികൂടാനിടയുള്ള സാമൂഹ്യ തിന്മകളെക്കുറിച്ചും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതിനെക്കുറിച്ചുമാണ് പെരുമാറ്റച്ചട്ടം പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച മാധ്യമ പ്രഭൃതികൾ മദ്യപാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവാദം കൊടുത്തു എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചു എന്ന് ബിനോയ് വിശ്വം പരിതപിക്കുന്നു. അതേറ്റുപിടിക്കാൻ പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ളവർ ശ്രമിച്ചെന്നും വിമർശനമുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതിന് 5 കാരണങ്ങളും ഗവേഷണത്തിലെന്ന വണ്ണം ബിനോയ് കണ്ടെത്തി പറയുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ചർച്ചകളിൽ രാഷ്ട്രീയ ഉള്ളടക്കമില്ലെന്ന നവയുഗത്തിന്റെ കഴിഞ്ഞ ലക്കത്തിലെ കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. മാധ്യമങ്ങളിലൂടെ സെക്രട്ടറിയുടെ ഈ വിമർശനം ശ്രദ്ധയിൽപ്പെട്ട അണികൾ നിരവധി കത്തുകളാണ് സെക്രട്ടറിക്കെതിരെ പാർട്ടി ആസ്ഥാനത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പതിവില്ലാത്ത വിധമുള്ള ഈ മാധ്യമ വിമർശനത്തിന് ബിനോയ് വിശ്വത്തെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ ഇന്നലെ വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ഉണ്ടായ അപകടം. ഭാഗ്യവശാൽ ആർക്കുമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഈ മേൽപ്പാലത്തിന്റെ ഗേർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ വലിയ ആശങ്ക ഉയരുന്നുണ്ട്. കോഴിക്കോട് NIT-യിലെ വിദഗ്ധർ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. ജില്ലാ ഭരണകൂടമാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ടൺ കണക്കിന് ഭാരമുള്ള ഗേർഡറുകൾ ഉറപ്പിച്ചതിൽ അപാകത ഉണ്ടായെന്ന വിലയിരുത്തലും ഇപ്പോൾ ഉണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KC വേണുഗോപാൽ MP കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിൽ സ്ഥാപിച്ചിരുന്ന 70 ടൺ വീതം ഭാരമുള്ള 4 ഗർഡറുകളാണ് നിമിഷ നേരം കൊണ്ട് തകർന്നു വീണത്. തിരക്കേറിയിടത്ത് ആ സമയം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ഗർഡറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിക്കുന്നതിന് മുൻപ് ഓരോ ഗർഡറുകളെയും ബലപ്പെടുത്തി നിർത്താൻ ഭാരമേറിയ കമ്പികൾ കൊണ്ട് ക്രോസ് ബ്രേസിംഗ് രീതിയിൽ പരസ്പരം വലിച്ചുറപ്പിക്കാറുണ്ട്. പാലവുമായും തൊട്ടുമുന്നിലെ നിർമ്മാണം പൂർത്തിയായ ഗർഡറും തമ്മിലുള്ള ജോയിന്റ് കോൺക്രീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് നീക്കം ചെയ്യാറുള്ളൂ. തകർന്ന നിർമ്മാണത്തിൽ ക്രോസ് ബ്രേസിംഗ് ഇല്ല എന്നത് അപകട കാരണമായെന്നാണ് പ്രധാന വിലയിരുത്തൽ. ഇത്തരത്തിൽ വലിച്ചുറപ്പിക്കാതായതോടെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഗർഡർ മറിഞ്ഞതോടെ ഒന്നിനു പിറകെ ഒന്നായി വീണു. നിർമ്മാണ ഭാഗത്ത് കർവ് വരുന്ന ഇടത്താണ് അപകടമുണ്ടായത്. ഗർഡറുകൾക്കുള്ളിലെ ടെൻഷൻ കേബിളിൽ 450 ടൺ വരെ ഭാരവും പ്രഷറും നൽകി സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പില്ലറുകൾക്ക് മേൽ സ്ഥാപിക്കുന്നത്. ബലപരിശോധന യഥാവിധം പൂർത്തിയാക്കിയിരുന്നില്ല എന്നതുൾപ്പെടെ ആരോപണമുയരുന്നുണ്ട്.
വീടുകളുടെ അതിർത്തിയോട് ചേർത്താണ് സ്ഥലമെടുപ്പ് നടന്നത്. കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന വീടുമുറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബൈപ്പാസ് വന്നിരിക്കുന്നത്. ഈ ഗർഡർ വന്നപ്പോൾ ഇതിന്റെ താഴെയുള്ള സ്ഥലം കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. നമ്മളുടെ ആരുടെയോ ഭാഗ്യത്തിനാണ് കുട്ടികളൊന്നും ആ സമയത്ത് കളിക്കാതിരുന്നതും ഇങ്ങനൊരു ആളപായം ഉണ്ടാകാതിരുന്നത്. പക്ഷേ നമ്മൾക്കിതിന്റെ നിർമ്മാണം കാണുമ്പോൾ അറിയാം, നിർമ്മാണത്തിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്, ഇതിൽ അഴിമതിയുണ്ട്. തകർന്നു വീണ ഗർഡറിൽ നിന്ന് പുറത്തേക്ക് തള്ളിവന്ന കമ്പികളുടെ വലിപ്പവും ചിതറിത്തെറിച്ച കോൺക്രീറ്റ് അവശിഷ്ടങ്ങളിൽ സിമന്റിന്റെ കുറവുമൊക്കെ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായിട്ടുണ്ട്. പില്ലറുകൾക്ക് മീതെ സ്ഥാപിക്കേണ്ട ഗർഡറുകൾക്കും പില്ലറുകളുടെ നമ്പരുമായി ബന്ധപ്പെടുത്തിയാണ് നമ്പർ ഇടുന്നത്. അപകട സ്ഥലമായ 17, 18 നമ്പറിലുള്ള പില്ലറുകൾക്ക് മീതെയുള്ള ഗർഡറുകളിൽ കാണപ്പെടുന്ന പില്ലർ നമ്പർ 21, 22 എന്നാണ്. 21, 22 പില്ലറുകൾക്ക് മീതെ സ്ഥാപിക്കേണ്ട ഗർഡറുകൾ വളവുള്ള ഭാഗത്ത് സ്ഥാനം മാറ്റി സ്ഥാപിച്ചതും അപാകതയായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. വിവരങ്ങളുമായി ശരണ്യ തന്നെ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശരണ്യ, നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഇല്ലാതായത്. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിൽ മനുഷ്യന്റെ എന്ന് മാത്രമല്ല വലിയ രീതിയിൽ അപകടം ഉണ്ടാക്കാവുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ആളുകൾ പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതിൽ സ്ഥിരീകരണം വരേണ്ടത് കൃത്യമായി ഇതേക്കുറിച്ച് പഠിക്കുന്നവരിൽ നിന്നാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും അവരിൽ നിന്ന്, അധികൃതരിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്? ശ്രീജ, തീർച്ചയായിട്ടും വലിയൊരു അപകടം തന്നെയാണ് ആലപ്പുഴയിൽ ഇന്നലെ ഒഴിവായത്. അതായത് ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന വിജയ പാർക്കിന് സമീപമാണ് ഈ ഗർഡറുകൾ തകർന്നു വീണത്. ഒരു ഗർഡറിന് ഏകദേശം 70 ടണ്ണിന് മുകളിൽ ഭാരമുണ്ടെന്നുള്ളതാണ്. അതായത് 280 ടണ്ണിന് മുകളിൽ ഭാരമുള്ള 4 ഗർഡറുകളാണ് ഒരുമിച്ച് ഒരേ സമയം നിലം പതിച്ചത് എന്നുള്ളതാണ്. ആ ഗർഡറുകൾ നിലത്തേക്ക് വീണപ്പോൾ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ പോലും കുലുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ആളുകൾ ഭയന്നിറങ്ങി താഴത്തേക്ക് വന്നത്. ഒന്ന്, ഈ പാർക്ക് ഇന്നലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ അപകടം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നടന്നിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായി മാറിയേനെ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വാഹനങ്ങളെല്ലാം തന്നെ പാർക്ക് ചെയ്യുന്നത് ബീച്ചിലേക്ക് എത്തുന്ന വലിയ തിരക്കുള്ള ഇടത്തേക്ക് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നത് ഇതിന്റെ അടിയിലാണ്, ഈ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന്റെ അടിയിലാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവിടെ ഒരു വിവാഹ ചടങ്ങ് നടന്നപ്പോൾ നമുക്കറിയാം, ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലമെടുത്തത് കൊണ്ട് പലയിടത്തും അവിടെ ഒന്നും ആ വീടുകളുടെ ഫ്രണ്ടിലൊന്നും സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഒരു കല്യാണ വിവാഹ ചടങ്ങുകളുടെ ഒരു മായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷൻ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. അത്രയധികം അപകടം നടക്കേണ്ട ഒരു സ്ഥലത്ത് നിന്നാണ് എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു ആളപായമില്ലാതെ ഒരു സംഭവത്തിലേക്ക് അത് മാറേണ്ടി വന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒരു നിമിഷം ശ്രീജ. മാറേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് പ്രാഥമികമായി, അതായത് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേരള PWD ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് ഒരു റോളുമില്ല. അത് NHുമായി ബന്ധപ്പെട്ട ദേശീയപാത നിർമ്മാണത്തിന്റെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ആ കരാറുകാരുമാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു ദേശീയപാത സമാന്തരമായി തന്നെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ മേൽപ്പാലവും ഗർഡറുകളും ഉപയോഗിച്ചുള്ള നിർമ്മാണമായിരുന്നു അവിടെ നടന്നത്. ആ സമിതിയിൽ ഉണ്ടായിരുന്ന വിദഗ്ധരടക്കം വ്യക്തമാക്കുന്നത് ഇത് ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഈ 4 ഗർഡറുകൾ മീറ്ററുകളോളം നീളമുള്ള 4 ഗഡറുകൾ നീളത്തിൽ ആണ് പിടിപ്പിക്കുന്നത്. ആ ഗഡറുകൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് മുൻഭാഗത്തെ ഭാഗം പണി പൂർത്തീകരിച്ചിരിക്കും. അതിനുശേഷം, അതായത് പണി പൂർത്തീകരിച്ച ഭാഗവും ഈ ഗഡറുകളും തമ്മിൽ കോൺക്രീറ്റ് ചെയ്ത് യോജിപ്പിച്ചാണ് ഇത് ഒരേപോലെ ആക്കുന്നത്. ആ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് അനങ്ങില്ല, ഇത് അത്രയും ബലത്തോടു കൂടി തന്നെ നിൽക്കും. പക്ഷേ ഈ യോജിപ്പിക്കാതെ നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ഇതിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇതിനെ പരസ്പരം ഓരോ ഗഡറുകളെയും തമ്മിൽ വലിയ ഭാരമുള്ള കമ്പികൾ ഉപയോഗിച്ച് ക്രോസ് ബ്രേസിംഗ് രീതിയിൽ ഇത് വലിച്ചു കെട്ടിയതിനു ശേഷം മാത്രമാണ് നിർമ്മാണം പൂർത്തിയായി ഇരുഭാഗങ്ങൾ, അതായത് ഗർഡറിന്റെ മുൻഭാഗവും പിൻഭാഗവും കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം, അതായത് അത് അവിടുന്ന് അനങ്ങില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ കമ്പികൾ പിന്നീട് അറുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന ഒരു നിർമ്മാണത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മുൻ ഉദ്യോഗസ്ഥരോടടക്കം, ആ സ്പോട്ടിലെത്തിയ മുൻ ഉദ്യോഗസ്ഥരോടടക്കം നമ്മൾക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്തുള്ള ഗഡർ, ഈ 70 ടണ്ണിന് മുകളിലുള്ള ഒരു ഗഡർ മറിഞ്ഞ് അടുത്തതിന്റെ മുകളിലേക്ക് ചരിഞ്ഞ് അടുത്തതിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഇത് ഈ
3 ഗഡറുകളും ഒരേ സമയം മറിഞ്ഞ് താഴത്തേക്ക് വീണ് നിലം പൊത്തിയത് എന്നുള്ളതാണ്. ആ ഒരു ക്രോസ് ബ്രേസിംഗ് രീതി അവിടെ ഉണ്ടായിട്ടില്ല. അത് നിർമ്മാണത്തിൽ വേണ്ടതാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നിർമ്മാണത്തിൽ. മാത്രമല്ല ആ സ്പോട്ട്, ഈ ഗഡറുകൾ സ്ഥാപിക്കുന്ന സ്പോട്ട്, അവിടെ നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന ഒരു സ്ഥലത്ത് ആ രീതിയിൽ നിയന്ത്രണം വേണം, വാഹനങ്ങൾ ഉൾപ്പെടെ കടക്കാതിരിക്കാനുള്ള നിയന്ത്രണം വേണം. അത്തരത്തിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. ആ വീടുകളുടെ ഫ്രണ്ടിലാണ് ഈ വീണത്. ആരെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, തൊട്ടടുത്ത് തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പാണ്, അവിടേക്കോ ഒക്കെ ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായി മാറുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത്. കോഴിക്കോട് NH നിന്നുള്ള ഉദ്യോഗസ്ഥർ തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ള ഒരു പുറത്തുനിന്നുള്ള ഒരു ഏജൻസി തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പില്ലറുകൾ സ്ഥാപിക്കുന്നതും താഴത്തെ പില്ലറിന്റെയും മുകളിലത്തെ ഗഡറും തമ്മിലുള്ള നമ്പറുകൾ ഇട്ടാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓരോ ഭാഗം ഒരു കർവിലായിട്ടാണ്, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, കർവിലായിട്ടാണ് അത് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ താഴത്തെ പില്ലറിൽ രേഖപ്പെടുത്തിയ നമ്പറും മുകളിലെ ഗഡറിൽ രേഖപ്പെടുത്തിയ നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. അത് മാറിപ്പോയതാണോ എന്നുള്ളൊരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ വീണ് നടുഭാഗം കുത്തിയാണ് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ് പൊട്ടിച്ചിതറിയപ്പോൾ അതിനകത്തുണ്ട് ഉപയോഗിച്ചിരുന്ന കമ്പി ഉൾപ്പെടെയുള്ളവ അതൊരു ചെറിയ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള കമ്പികളാണ് എന്നും അതിൽ കോൺക്രീറ്റിൽ സിമെന്റിന്റെ അംശം കുറവാണ് എന്നൊക്കെ ഉള്ള ഒത്തിരി ആക്ഷേപം ഉയരുന്നുണ്ട്. പക്ഷെ ആ ആക്ഷേപത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ സംഭവം വീണിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. വലിയ അപകടം, വലിയ ദുരന്തം ഉണ്ടാകേണ്ട സ്ഥലത്താണ് ഇപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു അപകടം പോലും പറ്റാതെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഇനിയും നിർമ്മാണം തുടരുകയാണ്. ആ തുടരുന്ന ഭാഗത്ത് ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്ഥലം MP കൂടിയായ KC വേണുഗോപാൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്, അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ഥലത്ത് പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം അവിടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന, സാധാരണ മനുഷ്യർ എല്ലാ ദിവസവും കടന്നു പോകുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് വിജയ പാർക്ക്. കുട്ടികളടക്കം വരുന്ന വിജയ പാർക്കിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മുന്നോട്ട് പോകണം. ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഈ ക്രോസ് ബ്രേസിംഗ് നടത്താതെ ഗഡറുകൾ അതിന്റെ മുകളിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. ക്രോസ് ബ്രേസിംഗ് നടത്തിയ കമ്പികൾ, വലിച്ചു കെട്ടേണ്ട കമ്പികൾ ആ തകർന്ന നിർമ്മാണത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ശ്രീജ, ശരണ്യ പറഞ്ഞതുപോലെ ആ വിഷ്വൽസിൽ തന്നെ നമുക്ക് ഒരാൾ ഓടി മാറുന്നത് കാണാം. ഒരു ഞായറാഴ്ചയാണ് ഈ അപകടം സംഭവിച്ചിരുന്നതെങ്കിൽ നമുക്കറിയാം ആ വിജയ പാർക്കിന് സമീപത്തും അല്ലെങ്കിൽ ഈ ഭാഗത്ത് എത്ര കണ്ട ആൾത്തിരക്ക് ഉണ്ടാവുമെന്നറിയാം. ഇതിപ്പോൾ വീണത് ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾക്കൊന്നും പറ്റിയില്ല. അത് ഒരു അല്പം മാറിയാണെങ്കിൽ ആളുകൾ താമസിക്കുന്ന ഭാഗം, അങ്ങനെ ഈ വലിയൊരു അപകടം നടന്നു. അതും ഇത്രയേറെ ഭാരമുള്ളൊരു സാധനം പതിച്ചു. ഇതിന് എന്തെങ്കിലും ഇപ്പോൾ ഈ അപകടം നടന്ന് ഇത് പൊക്കാനൊക്കെ ഈ നിർമ്മാണ ജോലി ഏറ്റെടുത്തവർ ശ്രമിച്ചു എന്നും അത് തടഞ്ഞു എന്നും ഒക്കെ വാർത്തകൾ കണ്ടു. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രാഥമികമായൊരു വിശദീകരണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അങ്ങനെ ഒരു വിശദീകരണം ഈ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തവരുടെ ഭാഗത്തു നിന്നുണ്ടോ? അവരുമായുള്ള സംസാരത്തിൽ ഇന്നലെ ഈ പറഞ്ഞ പോലെയുള്ള നമ്മൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറഞ്ഞത് ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇവർ നൽകുന്ന ഒരു വിശദീകരണം, ഈ കരാറുകാർ പോലും ഇവിടെയുള്ള ആളുകളല്ല, കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളാണ്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകളെല്ലാം തന്നെ ആ രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. തെരുവുനായുടെ പ്രശ്നം ഉള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ പിന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ട്. ഈ നമ്മുടെ ഇപ്പോൾ കേരള PWDയിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇത്തരത്തിൽ ഒരു ശരണ്യ, നമുക്ക് തൽക്കാലം മതിയാക്കാൻ തോന്നുന്നു. തെരുവ് നായകൾക്ക് എന്തായാലും റിപ്പോർട്ടിംഗ് ആണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായി അവിടെ നിൽക്കൂ. ആ ഭാഗത്ത് ഇഷ്ടംപോലെ തെരുവ് നായകളുടെ ശല്യവും ഉള്ള സ്ഥലമാണെന്നറിയാം. അതുകൊണ്ട് സേഫായി നിൽക്കൂ. എന്തായാലും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായൊരു അന്വേഷണം തന്നെ നടക്കേണ്ടി വരും. എന്തുകൊണ്ട് ഇന്നലെ അപകടം ഒഴിവായതിരിക്കട്ടെ, പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഗർഡറുകൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതിന് കൃത്യമായ ഉത്തരം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വരേണ്ടി വരും. നിർമ്മാണത്തിൻ്റെ കരാർ ഏറ്റെടുത്തവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടി വരും. അതിന് ജില്ലാ കളക്ടർ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏത് രീതിയിലായിരിക്കും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്? കാരണം ആ പാത നിർമ്മിക്കുന്നതേ ഉള്ളൂ. ആ റോഡിലൂടെ പോകേണ്ട, ആ പാലത്തിലൂടെ പോകേണ്ടത് സാധാരണക്കാരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ
ഇനി കൂടുതൽ റിസ്ക് ഇല്ലാത്ത വിധത്തിൽ ഈ നിർമ്മാണം എങ്ങനെ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ടോ, ഇതൊക്കെ അറിയേണ്ടി വരും. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടി. ചമൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. ലഹരിക്കടിമയായ സഹോദരൻ അർജുനാണ് വെട്ടിയത്. പാലക്കാട് വണ്ടാഴിയിൽ ഗൃഹനാഥൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു. ഏറാട്ടുകുളമ്പ് സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സംഗീതയെ കോയമ്പത്തൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. സ്വന്തം വീട്ടിൽ പിതാവിന്റെ മുൻപിൽ വെച്ചായിരുന്നു കൃഷ്ണകുമാറിന്റെ ആത്മഹത്യ. പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിൽ. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം. തിരുവനന്തപുരം വിതുരയിൽ 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനം. പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വാഴത്തോപ്പിൽ വെച്ച് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേരെ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചു. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനുജൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വെഞ്ഞാറമ്മൂട് SHOയും സംഘവും മെഡിക്കൽ കോളേജിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ നിർണായക ദൃക്സാക്ഷിയെ കണ്ടെത്തി അന്വേഷണ സംഘം. ചെന്താമര ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടയാളാണിത്. ഇയാൾ 1 മാസത്തിലേറെ നെല്ലിയാമ്പതിയിൽ ഒളിവിൽ കഴിഞ്ഞു. ചെന്താമര തന്നെയും കൊല്ലുമെന്ന് യുവാവ് ഭയപ്പെട്ടിരുന്നു. അന്വേഷണ സംഘം യുവാവിന്റെ നിർണായക മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. ആന്റി റാഗിംഗ് സ്ക്വാഡ് നിഷ്ക്രിയമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റാഗിംഗ് സംബന്ധിച്ച് ക്രോഡീകരിച്ച റിപ്പോർട്ട് ഇല്ല എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കാത്തതെന്തെന്നും തിരുവഞ്ചൂർ. വിവാദങ്ങൾക്കിടെ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ B2 അവതരണം മാറ്റിവെച്ചു. ഈ ബില്ലിനുമേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് കാരണം. സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി. സബ്ജക്ട് കമ്മിറ്റിയിൽ ചർച്ചയാകാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിയമസഭയിൽ. നിലവിലുള്ള സംവരണ വ്യവസ്ഥയടക്കം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി മറുപടി നൽകി. സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനാകുമെന്നതാണ് സ്ഥിതി. അവ്യക്തതകളുടെ കൂടാരമാണ് ബില്ല്. ബില്ലിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. അക്കാദമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഒരാൾക്ക് അഡ്മിഷൻ നൽകാമെന്ന വ്യവസ്ഥയുണ്ടെന്നും VD സതീശൻ. സ്വകാര്യ സർവകലാശാല CPM നയമല്ലെന്ന് MV ഗോവിന്ദൻ. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ ഇത് നടപ്പിലാക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമായി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മോദി സർക്കാരിനെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഫാസിസ്റ്റായി ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ. ഫാസിസം വന്നുവെന്ന് ഉറപ്പാക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഫാസിസ്റ്റാണെന്ന് പറഞ്ഞാൽ മോദിയെ ഹിറ്റ്ലറോട് ഉപമിക്കേണ്ടി വരും. CPMന് ആ നിലപാടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ലഹരി തടയാനുള്ള നടപടിയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മയക്കുമരുന്ന് കേസുകളിലെ കേരളത്തിലെ ശിക്ഷാനിരക്ക് 98% മുകളിൽ. സീരിയലും സിനിമയും ഉണ്ടാക്കുന്ന ദുസ്വാധീനം വലുതാണ്. റാഗിംഗ് ഒഴിവാക്കാൻ കൂടുതൽ ശക്തമായ ആന്റി റാഗിംഗ് നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു പിണറായി വിജയൻ. സംസ്ഥാനത്തെ മയക്കുമരുന്ന് വ്യാപനം നേരിടാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ലെന്ന് VD സതീശൻ. കഞ്ചാവിന്റെ ഉപയോഗം കുറയുന്നുവെന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. പകരം മറ്റ് രാസലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് വരുന്നു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും പ്രതിപക്ഷ നേതാവ്. ഹൈസ്കൂളുകളിൽ പോലും ലഹരി കിട്ടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ തുടരുന്നു. ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും അഫാനെ ജയിലിലേക്ക് മാറ്റുക. 2 കൊലപാതകങ്ങളിലും ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവങ്ങളിലും അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ,
മാനസികമായി അഫാന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നിരീക്ഷണത്തിൽ തുടരുമ്പോഴൊന്നും അത്തരം പ്രശ്നങ്ങളില്ല. ഇനിയും ജയിലിലേക്ക് മാറ്റുന്നത് വൈകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അഫാൻ എലിവിഷം കഴിച്ചു എന്നാണ് പരിശോധന വ്യക്തമായത്. അതുകൊണ്ട് തന്നെ അത് ശരീരത്തെ ബാധിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികളാണ് ചികിത്സയുടെ ഭാഗമായി പ്രധാനമായും നൽകിയത്. അതിൽ കുറച്ചുകൂടി ചികിത്സ വേണമെന്ന ഒരു അഭിപ്രായം ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ടാണ് അഫാന്റെ ജയിൽ മാറ്റം അല്ലെങ്കിൽ അഫാനെ ജയിലിലേക്ക് മാറ്റുന്നതിലൊരു തടസ്സമുള്ളത്, അത് വൈകുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ അത്തരം നടപടി ഉണ്ടായേക്കാം. ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുന്നു എന്നാണ് ഡോക്ടർമാർ പൊതുവിൽ പറയുന്നത്. മാനസികാരോഗ്യ പ്രശ്നമില്ല. സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകുന്നതാണ്, എങ്ങനെയാണ് സ്വബോധമുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും രക്തബന്ധമുള്ള ആളുകളെ ഇങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുന്നത്? ഈ മാനസികാവസ്ഥ സ്വാഭാവികമായും ഒന്നുകിൽ കടുത്ത ലഹരി ഉപയോഗം ഉള്ള ആയിരിക്കണം, അല്ലെങ്കിൽ മാനസികത ശരിയില്ലാത്ത ആളായിരിക്കണം. പക്ഷേ ഇത് രണ്ടും സ്ഥിരീകരിച്ചിട്ടില്ല. അഫാന് മാനസിക ആരോഗ്യ നിലയിൽ തകരാറില്ല, മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന വിലയിരുത്തലാണ് ആരോഗ്യ വിദഗ്ധർ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. മറ്റൊന്ന് ലഹരി ഉപയോഗമാണ്. ലഹരി ഉപയോഗത്തിലും ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇതുവരെയും വന്നിട്ടില്ല. ലഹരി ഉപയോഗിച്ചു എന്ന സംശയമുണ്ടെങ്കിലും അഫാൻ അത് അംഗീകരിച്ചിട്ടില്ല, അത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സംബന്ധിച്ചിട്ടില്ല. പരിശോധനയിലും അതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. സംശയങ്ങൾ ഇപ്പോഴും പോലീസിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. 2 കേസുകളിലാണ് അഫാന്റെ അറസ്റ്റ്. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ. ഒന്ന് അഫാന്റെ പ്രണയിനിയെ കൊലപ്പെടുത്തിയ കേസും അതുപോലെ സഹോദരനെ കൊലപ്പെടുത്തിയ 2 കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റു 3 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് വൈകാതെ ഉണ്ടാകും. ജയിൽ മാറ്റത്തിന് ശേഷമാകും ഒരുപക്ഷെ ഉണ്ടാവുക. പിന്നീട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ബാക്കിയാണ്. ഏതായാലും അഫാന്റെ ആരോഗ്യനില നിരീക്ഷിക്കുക, ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രം ജയിലിലേക്ക് മാറ്റുക. ജയിലിലേക്ക് മാറ്റിയ ശേഷം വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ വീണ്ടും ഈ സെല്ലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് തുടർച്ചയായ അന്വേഷണം ആവശ്യമുണ്ട്, ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. കൊലപാതകത്തിന് യഥാർത്ഥ കാരണം പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് അഫാൻ പറയുമ്പോഴും അങ്ങനെയല്ല എന്ന് അത് അയാളുടെ അച്ഛൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കൊലപാതകത്തിന് യഥാർത്ഥ കാരണം, എങ്ങനെയാണ് ഇത്ര ക്രൂരമായി സ്വന്തം ബന്ധുക്കളെ കുടുംബാംഗങ്ങളെ കൊല്ലാൻ ഇയാൾക്ക് പ്രേരണയായത്, കാരണം എന്താണെന്ന കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഫാനെ കസ്റ്റഡി ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം ആകും അഫാനെ പോലീസ് ജയിലിലേക്ക് മാറ്റുകയും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്നലെ ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ബ്രഹ്മപുരം ചെറുതോട്ടുകുന്നിൽ സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിനാൽ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം മൊഴിയെടുക്കും. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലത്തെ ദിവസം വന്നിരുന്നത്. ഇപ്പോൾ ഈ സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തെങ്കിലും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാണുള്ളത്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? ശ്രീജ, ഡോക്ടർ ജോർജ് പി എബ്രഹാമിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ചെറുകുന്നിൽ സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിനുണ്ടാകും. ഇന്നലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർമാർ, മറ്റ് സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രോഗികൾ, അദ്ദേഹം ചികിത്സിച്ചിരുന്ന രോഗികൾ, അങ്ങനെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. വീട്ടിലും നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അത് ഉച്ചയ്ക്ക് ശേഷം എന്ന രീതിയിലാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മറ്റു ദുരൂഹതകൾ ഒന്നും തന്നെ ഇല്ല. മറ്റു ദുരൂഹതകൾ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൽ ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ലഭിക്കുകയും അതിൽ കാരണങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രൊഫഷണലായ അദ്ദേഹം മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുന്നത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ചികിത്സിക്കാൻ കഴിയുന്നില്ല, രോഗികളെ പരിശോധിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു സംതൃപ്തി ഇനി തനിക്ക് ലഭിക്കില്ല. രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന സന്തോഷം വലുതായത്, പക്ഷേ ഇനിയിപ്പോൾ രോഗവും പ്രായാധിക്യം കൊണ്ട് ആ രീതിയിലേക്ക് പോകാൻ തനിക്ക് അങ്ങനെ ഒരു സംതൃപ്തി ലഭിക്കില്ല എന്ന് ഉത്തമ ബോധ്യത്തിന് ജീവിതം അവസാനിച്ച പോലെ തോന്നുന്നു എന്നാണ് ആ കുറിപ്പിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ പോലീസിന് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള
ഒരു കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് ആത്മഹത്യ എന്ന രീതിയിൽ തന്നെ. എങ്കിലും ഇതൊരു അസ്വാഭാവിക മരണം എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ തന്നെ ആത്മഹത്യയെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നടപടികൾ പ്രൊസീജിയറെല്ലാം തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചരമ ശുശ്രൂഷയും കാര്യങ്ങളുമെല്ലാം കഴിയുമ്പോൾ പോലീസ് കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരിൽ നിന്നും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അതിൻ്റെ രീതി സ്വാഭാവിക രീതി എന്ന നിലയിലാണ്. എന്തായാലും വളരെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു. തികച്ചും പ്രൊഫഷണലായ ഒരാൾ, ഇതിൻ്റെ നേട്ടങ്ങളുടെ വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാൾ ഈ രീതിയിലേക്കൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുമോ എന്നൊരു പൊതു ചോദ്യം ബാക്കി നിന്നിരുന്നു. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു തീരുമാനം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഒരു അമ്പരപ്പ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡോക്ടർ ജോർജ് പി എബ്രഹാം. ഒരുപാട് ഈ വൈദ്യ മേഖലയിൽ ഒരുപാട് പേർ വഴികാട്ടിയായി ഗുരുതുല്യനായി കാണുകയും ഒപ്പം രോഗികളെ സംബന്ധിച്ച് ഏറ്റവും സൗമ്യനായ, ഏറ്റവും എപ്പോഴും സമീപിക്കാവുന്ന തരത്തിൽ ഉള്ളൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ കഴിയില്ല. അത്രയേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു ഡോക്ടർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊരു കാര്യമുണ്ടായതിൻ്റെ ഞെട്ടൽ ഇന്നലെ മുഴുവൻ ആളുകൾ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിനാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ വിട ചൊല്ലുന്നത്. സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. മറ്റ് വാർത്തകളിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. പ്രതികളുടെ മൊബൈലിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നാണ് സൂചന. പ്രതികൾ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിവരങ്ങളുമായി സജീവ് സി വാര്യർ ചേർന്നു. സജീവ്, ഈ സംഭവത്തിൽ ഒരു കുട്ടികൾ തമ്മിലുള്ള ഉന്തും തള്ളിനും അപ്പുറത്ത് നഞ്ചക്ക് പോലെയൊക്കെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള വസ്തുക്കളുമായി കുട്ടികൾ പോകുന്നത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ ആ കുട്ടിക്ക് കിട്ടി എന്നതൊക്കെ ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നു. പക്ഷേ അതിൻ്റെ സൂചനകളൊക്കെ വന്നു. പക്ഷേ ഇതിൽ ഈ ഷഹബാസിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിയല്ല ഷഹബാസ്. അപ്പോൾ ആ രീതിയിലൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ എത്തുന്ന ഒരു നിഗമനം എന്താണ്? ശ്രീജ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുള്ള ഒരു രീതി, അതായത് ഇതിൻ്റെ കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായി കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അതോടൊപ്പം കുട്ടികളുടെ മൊബൈൽ ഫോൺ, അതായത് പ്രതികളായിട്ടുള്ള കുട്ടികളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. നഞ്ചക്ക് ഒരാളുടെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. ആ വീട്ടിലെ കുട്ടിയുടെ പിതാവ് നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു ആരോപണം ഉയർന്നു വന്നത്. ഇത് സംബന്ധിച്ചും അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയുടെ പിതാവ് നേരത്തെ ഒരു കേസിൽ ജയിലിലാവുകയും അവിടെ ജയിലിൽ വെച്ച് രജീഷുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. അതിനുശേഷം പരോളിൽ ഇറങ്ങിയ സമയത്ത് രജീഷിനെ പുറത്തു വെച്ച് കാണുകയും അവിടെ വെച്ച് ചിത്രമെടുക്കുകയും ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ തയ്യാറാകുമോ, അങ്ങനെയെങ്കിൽ അവർക്ക് പിന്നിൽ മുതിർന്ന ആളുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയോ ആസൂത്രണമോ ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇതിനായി മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ ഇവർ അംഗമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ള ചാറ്റുകൾ, അത്തരം വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ കുട്ടികൾ, ഇപ്പോൾ 5 പേരാണ് പ്രതികളായിട്ടുള്ളത്, അതിനൊപ്പം കൂടുതൽ കുട്ടികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ആക്രമണത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ടോ, ആസൂത്രണത്തിൽ കൂടുതൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നെല്ലാം അറിയാനായി അവരുടെ എല്ലാം തന്നെ മൊഴിയെടുക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. കൂടുതൽ പേരെ മൊഴിയെടുക്കുന്നുണ്ട്. ആരൊക്കെ ഇപ്പോൾ അതിൽ പങ്കാളികളായി എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ്. ഈ പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പിതാവിൻ്റെ കുട്ടി ഈ കേസിൽ പ്രതിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇയാൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നത്. അതേസമയം ഇന്നലെ പരീക്ഷ തുടങ്ങി. SSLC പരീക്ഷ എഴുതാൻ കുട്ടികൾ എത്തുകയും അവിടെ എത്തിയപ്പോൾ ഷഹബാസിൻ്റെ സീറ്റ് നേരത്തെ തന്നെ രജിസ്റ്റർ നമ്പറെല്ലാം ആയി കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഷഹബാസ് മരിക്കുന്നത്. ഷഹബാസിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടന്നു. അവിടെയുള്ള ഇവർക്കൊപ്പം കുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന എളേറ്റൂർ ടോയിലെ സ്കൂളിൽ പഠിക്കുന്ന
കുട്ടികൾ പലരും വലിയ തോതിലുള്ള മാനസിക സംഘർഷത്തിലും വിഷമത്തിലുമാണ്. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള അത്തരം സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അധ്യാപകർ അക്കാര്യത്തിൽ കൂടി ശ്രദ്ധിച്ചു വരികയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം പ്രതികളായിട്ടുള്ള 5 കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കിയതിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. SFI ഒഴികെയുള്ള മറ്റ് സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി വെള്ളിമാട് കുന്നിലേക്ക് വന്നിരുന്നു. ജുവനൈൽ ഹോമിൽ വെച്ച് പ്രത്യേക സംവിധാനത്തിൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കിയതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം വന്നു. അതിനൊപ്പം വിരമിച്ച ഒരു അധ്യാപിക എത്തുകയും അവർ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും അധ്യാപകരുടെ വടി അവരിൽ നിന്ന് എടുത്തു മാറ്റിയ പുതിയ ബാല നിയമങ്ങളെല്ലാം തന്നെ പരിഷ്കരിക്കണം, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം, ഇപ്പോഴുള്ള സാഹചര്യം പരിശോധിക്കണമെന്നെല്ലാം അവർ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. വീട്ടിലിരുന്ന് ടെലിവിഷൻ കണ്ടിരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി പ്രതികരിക്കുന്നില്ല എന്നെല്ലാം അവർ വളരെ വികാരഭരിതയായി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അധ്യാപകർക്ക് വടി തിരിച്ചു കൊടുക്കുക, അതായത് കുട്ടികളെ ശാസിക്കാനുള്ളൊരു സാഹചര്യം അധ്യാപകർക്ക് ഒരുക്കി കൊടുക്കണമെന്ന ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷഹബാസിൻ്റെ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ വളരെ വേദനാജനകമായ വേർപാട് ഉണ്ടാകുന്നത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് ഷഹബാസിന്റെ മരണത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആസൂത്രിതമായാണ് ഈ കൊലപാതകം, ഈ അക്രമം നടത്തിയത് എന്നതിൻ്റെ പല സൂചനകളും ഇവരിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണുകളിൽ നിന്ന് അടക്കം ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും എങ്ങനെയാണ് കുട്ടികൾ ഇത്തരം മാരകായുധങ്ങളുമായി ഒരു സംഘർഷമുണ്ടാക്കാൻ പോയത് എന്ന കാര്യത്തിൽ എന്തായാലും കൃത്യമായ ഒരു കാരണം കണ്ടെത്തിയേ മതിയാവൂ. എങ്ങനെ അത് സാധിച്ചു എന്നറിഞ്ഞേ മതിയാവൂ. ആ തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും താൽക്കാലികമായി അമേരിക്ക നിർത്തിവെച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നതുവരെ ഈ തീരുമാനം തുടരുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ച് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ പോരുണ്ടായതിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് KP അഭിലാഷും അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡോക്ടർ സജിമോൻ ആന്റണിയും ചേരുന്നു. ആദ്യം ഡോക്ടർ സജിമോൻ ആന്റണി, പ്രതീക്ഷിച്ചിരുന്നതാണ് ഇനി പലതും സംഭവിക്കും, പ്രത്യേകിച്ച് അത്രയേറെ പ്രകോപനപരമായ ഒരു സംഭാഷണം ഓവൽ ഹൗസിൽ നടന്നതിന് പിന്നാലെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച തീരുമാനത്തിലേക്ക് തന്നെയാണോ? തീർച്ചയായും സീത, അമേരിക്കയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഓവൽ ഓഫീസിൽ അങ്ങനെ ഒരു സീൻ ഇതുവരെ ഉണ്ടായതായിട്ട് ഒരു റിപ്പോർട്ടുമില്ല. എന്നാൽ അതിനെയല്ലേ മറിച്ചുകൊണ്ടാണ് ആ ഒരു സംഭാഷണം, അല്ലെങ്കിൽ ഒരു വാക്പോര്, അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി പോലുള്ള സംസാരങ്ങൾ യുക്രൈൻ്റെ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നടന്നത് ഓവൽ ഓഫീസിൽ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം വേൾഡ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിനെ ചോദിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെക്ട് ചെയ്തത് യുക്രൈൻ്റെ പ്രസിഡന്റ് അപ്പോളജൈസ് ചെയ്യും, പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്യും, അല്ലെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് അപ്പോളജൈസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. എന്നാൽ അതിനു പകരം യുക്രൈൻ്റെ പ്രസിഡന്റ് യൂറോപ്പിലേക്ക് പോകുകയും ലണ്ടനിൽ പോകുകയും അവിടെ യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്. ഈവൻ ദോ ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങളൊക്കെ സംശയിക്കുകയായിരുന്നു ഈ രണ്ട് ദിവസമായിട്ട് എന്താണ് ഒരു ആക്ഷനിലേക്ക് വരാത്തത് എന്ന് സംശയിക്കുകയായിരുന്നു. ഇപ്പോ അങ്ങയിലേക്ക് തന്നെ മടങ്ങി വരാം. അഭിലാഷ്, എങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോ ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ വാർത്ത പുറത്ത് വരുന്നത് ഏത് തരത്തിലാണ്? ശ്രീജ, സജിമോൻ ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച അത് വാക്പോരിൽ പിരിയുകയും, അതായത് ധാതു ഖനനവുമായി ബന്ധപ്പെട്ട ധാതു വിഭവങ്ങൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് എത്താതെ അലസിപ്പിരിയുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക സെലൻസ്കിക്കും അതോടൊപ്പം തന്നെ യുക്രൈനും എതിരായ നിലപാടുകൾ കടുപ്പിക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കടുത്ത തീരുമാനം പുറത്തു വന്നിട്ടുള്ളത്. വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന് ാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് യുക്രൈന് നൽകി വരുന്ന എല്ലാ സൈനിക സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയിരുന്ന മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നേരത്തെ തന്നെ മരവിപ്പിച്ചതാണ്. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ സൈനിക സഹായങ്ങൾ കൂടി അമേരിക്ക നിർത്തിവെക്കുന്നത്. ഒരു പക്ഷേ ഇത് സമ്മർദ്ദത്തിന്റെ കൂടി ഭാഗമായിട്ട് നടത്തുന്ന ഒരു നീക്കമായിരിക്കാം. കാരണം വൈറ്റ് ഹൗസിലെ
ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സൈനിക സഹായം നിർത്തിവെക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല, അത് താൽക്കാലികമായ പ്രവൃത്തിയാണ്. എപ്പോഴാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചു ചിന്തിക്കുന്നത്, അതായത് സൈനിക സഹായം തുടരാം എന്ന് പറയുന്നത്, അതുവരെയും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു സൈനിക സഹായം എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം അടക്കം ഈ അലസിപ്പിരിഞ്ഞ ചർച്ച അലസിപ്പിരിഞ്ഞുവെങ്കിലും പിന്നീട് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ധാതു സമ്പത്ത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന് തന്നെയാണ്. അതായത് നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ വളരെ പ്രധാനപ്പെട്ട സൈനിക സഹായം യുക്രൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. 2024 ഒക്ടോബർ മാസത്തിൽ അന്ന് പ്രസിഡന്റ് ആയിരുന്ന ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കൂടുതൽ ധനസഹായങ്ങൾ അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് $225 മില്യൺ സാമ്പത്തിക സഹായമടക്കമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. ഒപ്പം സൈനിക സഹായവും തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇപ്പോൾ അതായത് വിമാനമാർഗവും കപ്പൽ മുഖേനയും ഒക്കെ യുക്രൈനിലേക്ക് എത്തിക്കുന്ന യുദ്ധോപകരണങ്ങൾ അടക്കമുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവെക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഏതാണ്ട് 3 വർഷത്തിലേക്ക് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അമേരിക്ക നൽകുന്ന സൈനിക സഹായം നിർത്തിവെക്കുന്നത് യുക്രൈന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ സെലൻസ്കിക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ സൈനിക സഹായം നിർത്തിവെക്കുന്നു എന്ന തീരുമാനത്തോടെ ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ സെലൻസ്കിയുടെ പ്രതികരണം എന്ത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. ശരി അഭിലാഷ്. ഡോക്ടർ സജിമോൻ ആന്റണി തുടരുന്നുണ്ട്. ഡോക്ടർ സജിമോൻ, എന്തായാലും ഇതുവരെയും കീവിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും വന്നിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ, സമാധാനം കൊണ്ടുവരാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് ഇതിന് കാരണമായി പറയുന്നതെങ്കിലും ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ട്രംപിന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാൾ ഒരു തിരിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ചോദ്യമുയർത്തുക, തിരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ എതിർക്കുക, ഇതൊക്കെ ലോകം മുഴുവൻ കാണുകയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സെലൻസ്കിക്ക് പിന്നിൽ വന്ന് ഒറ്റയടിക്ക് അണിനിരക്കുകയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇനി അറിയേണ്ടത് ഈ സൈനിക സഹായം, ഇത്രയേറെ വലിയൊരു സഹായമാണ്, സാമ്പത്തിക സഹായമാണ് US നൽകുന്നത്. അങ്ങനെ ഒരു സഹായത്തിലേക്ക് പോകാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവുമോ എന്നറിയണം. നിലവിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ കീവിന്റെ അവസ്ഥ അല്ലെങ്കിൽ യുക്രൈൻ, സെലൻസ്കി ഇവരുടെയൊക്കെ യുദ്ധത്തിലെ ഭാവി അതൊക്കെ എങ്ങനെയായിരിക്കും? ശ്രീജ, ഈ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും രാജ്യം വളരെയധികം ഹാപ്പി ആണെങ്കിൽ അത് റഷ്യ മാത്രമാണ്. റഷ്യ അല്ലാതെ വേറൊരു രാജ്യത്തിനും അഭിമാനിക്കാനില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഒരു ക്ലാരിറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ട്രംപ് ഇമ്മീഡിയറ്റ്ലി നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ്, ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് വലിയൊരു ധനസഹായം, അത് രണ്ട് രീതിയിൽ, പണപരമായിട്ടും ആയുധങ്ങളായിട്ടും ഒരു വലിയ ഷിപ്മെന്റുകൾ ഇവിടുന്ന് അലോട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് മുഴുവനും പോയി കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ഒരു തവണ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പല കോൺട്രാക്ടേഴ്സും ആഴ്ചകളോ മാസങ്ങളോ ആയി കഴിയുമ്പോഴായിരിക്കും ആ ഒരു കരാറ് പൂർത്തിയാകുന്നത്. അപ്പൊ ആ പൂർത്തിയാകാനുള്ള സമയമായിട്ടില്ല. ഒരു പരിധി വരെ ഒരു പരിധി വരെ ഓൾറെഡി യുക്രൈനിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പരിധി വരെ ട്രാൻസിറ്റിലായിരിക്കാം. ഒരു പോർഷൻ ഇപ്പോഴും ഇവിടെ നിന്ന് പോയി കാണത്തില്ല. അപ്പൊ അതിലാണ് ഇവിടുത്തെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്ന്. രണ്ടാമത്തേത്, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ യുക്രൈനും അല്ലെങ്കിൽ യൂറോപ്യൻ അലയൻസിനും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാരണം ഇവിടെ നിന്ന് ഈ ഒരു പ്രശ്നം ചെന്ന് കഴിഞ്ഞ ശേഷം UK പോയപ്പം ഒരു രാജകീയ വെൽക്കമാണ് യുക്രൈന്റെ പ്രസിഡന്റിന് വ്ളാഡിമിർ സെലൻസ്കിക്ക് കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പിലെ മൊത്തം നാറ്റോയിൽ ഒന്നിലധികം ഒരു ഡിവിഷൻ ഇല്ലാതെ ഒരു കെട്ടുറപ്പ് വരുത്തുവാനായിട്ട് അതിന് സഹായിച്ചു എന്നുള്ള ഒരു പോസിറ്റീവ് ഔട്ട്കമും ഇതിലുണ്ട്. എന്നിരുന്നാലും അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല യുക്രൈന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം യുക്രൈന്റെ അമ്യൂണിഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് അമേരിക്കയിൽ അമേരിക്ക എന്തുമാത്രം സപ്ലൈ ചെയ്യുന്നു എന്നതിൽ അധിഷ്ഠിതമാണ്. നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 വർഷം മുമ്പ് 2022 ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, എല്ലാ ചാനലുകളും നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ യുദ്ധം ഒരാഴ്ചയിൽ കൂടുതൽ നീളത്തില്ല. കാരണം യുക്രൈന് റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആനും എന്താ പറഞ്ഞ ആടും പോലുള്ളൊരു
അതെ അതെ, ആനയും പോലൊരു വ്യത്യാസമുണ്ട് അതിനകത്ത്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവിടെ നിന്ന് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ ഭരണകൂടം ഒന്നടങ്കം യൂറോപ്യൻ അലീസും നാറ്റോയുമായിട്ട് കൈകോർത്ത് കൊണ്ടിട്ട് ആ ഒരു സപ്പോർട്ട് കൊടുത്തതിന്റെ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു 3 വർഷം പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം യുക്രൈൻ ആർമീസിന്റെ ആ ഒരു പോരാട്ട വീര്യത്തെയും ലോകം ഒന്നടങ്കം നമ്മൾ പുകഴ്ത്തുകയുണ്ടായി, ഇൻക്ലൂഡിംഗ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവരും പുകഴ്ത്തുകയുണ്ടായി എന്ന് ശ്രദ്ധേയമാണ്. എന്നാൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും, കുറെ ആഴ്ചകൾക്ക് അല്ലെങ്കിൽ കുറെ മാസങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാൽ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ യുക്രൈനെ ഭയങ്കരമായിട്ട് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 500 മില്യൺ തൊട്ട് 1 ബില്യണോളം എക്സ്പെൻസ് ഉണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസത്തേക്ക് ഈ യുദ്ധം മുന്നോട്ട് പോകാനായിട്ട് എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ അത്രയും ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഉള്ളപ്പം യുക്രൈന് അമേരിക്കയുടെ ഇതില്ലാതെ എന്തുമാത്രം മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടായിരിക്കും മുന്നേക്ക് കാണുന്നത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് കൂടി ഉണ്ട്. ട്രംപിന്റെ മെക്സിക്കോയും കാനഡയുമായിട്ടുള്ള ടാരിഫിന്റെ ആ ഒരു കഴിഞ്ഞ 2 മാസത്തേക്ക് 1 മാസമായിട്ട് അതിനെ ഫ്രീസ് ചെയ്തിരുന്നത് ഇന്ന് അതിനെ ആക്ടിവേറ്റ് ആകുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ആക്ടിവേറ്റ് ആകുകയാണ്. അതും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ട്രംപ് മേ ബി കഴിഞ്ഞ തവണ പറഞ്ഞ കണക്ക് ലാസ്റ്റ് മൊമെന്റിൽ അത് മാറ്റി പറയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇന്ന് അതും സംഭവിക്കുകയാണ് ഇന്ന് രാത്രിയോടുകൂടി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അമേരിക്ക ട്രംപ് അഡ്മിനിസ്ട്രേഷന് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ദൂരവ്യാപകമായ പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളിൽ സംശയമില്ല. കാരണം ഇത് വേൾഡ് ഓർഡറിനെ തന്നെ ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ശരി, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് വരുന്ന ഈ വാർത്തയ്ക്കൊപ്പം. യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിയതിനൊപ്പം രണ്ടാമത്തെ കാര്യം ഇന്ന് താരിഫ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഏർപ്പെടുത്തിയിരുന്ന താരിഫും ഇന്നു മുതൽ നിലവിൽ വരികയാണ്. അതാണ് വാർത്തയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഒരു അമേരിക്കൻ മലയാളി എന്ന നിലയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഡോക്ടർ സജിമോൻ, നിങ്ങളുടെ വലിയ കൂട്ടായ്മ ഫൊക്കാനയുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ എല്ലാ ഒരുക്കങ്ങളും അവിടെ നടക്കുന്നു എന്ന് അറിയുന്നു. പെൻസിൽവാനിയയിലെ കലഹാരി വാട്ടർ പാർക്കിലാണ് കൺവെൻഷൻ നടക്കുന്നതെന്നും അറിയുന്നു. ഈ അടുത്ത ഓഗസ്റ്റിലാണ് നടക്കുന്നതെങ്കിലും നിങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? തീർച്ചയായും ശ്രീജ, ഫൊക്കാന പ്രസിഡന്റ് എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളോട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത്. കാരണം 1983 തുടങ്ങിയ സംഘടന അമേരിക്കൻ മലയാളികളുടെ സംഘടനയാണ്. ഇന്ന് 42 വർഷം പിന്നിടുന്നു. അത് ഫൊക്കാനയുടെ ബ്രാൻഡ് പ്രൊജക്ടുകളായ മെഡിക്കൽ കാർഡും ഫൊക്കാന ഹെൽത്ത് ക്ലിനിക്കും ഫൊക്കാന ഭവനം പ്രൊജക്ടോടും ഒക്കെ ചെയ്തതോടൊപ്പം തന്നെ സുപ്രധാനമായ 2 കൺവെൻഷൻ ഫൊക്കാനയുടെ പ്രവർത്തനയുടെ ഭാഗമാണ്. ഒന്ന് കേരള കൺവെൻഷനാണ്. അത് വരുന്ന 2025 ഓഗസ്റ്റ് 1, 2, 3 ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിലാണ്. അത് ഞങ്ങൾ ഓപ്പൺ ആക്കി ഒരാഴ്ച കൊണ്ട് തന്നെ ഹോട്ടൽ സോൾഡ് ഔട്ട് ആയി എന്നുള്ളൊരു ഗുഡ് ന്യൂസ് ആണ് ഉള്ളത്. അതോടൊപ്പമുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങളോടൊപ്പം ഉള്ളത് ഫൊക്കാനയുടെ ഇന്റർനാഷണൽ കൺവെൻഷനാണ്. അത് 2026 ഓഗസ്റ്റ് 6, 7, 8, 9 കലഹാരി പോക്കണോ മൗണ്ടൻസിലുള്ള പെൻസിൽവേനിയയിലുള്ള പോക്കണോ മൗണ്ടൻസിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർ പാർക്കിലാണ് നടത്താൻ പോകുന്നത്. അതിന്റെ ഒരു കരാർ ഇന്നലെ ഞങ്ങൾ ഒപ്പിടുകയുണ്ടായി ഇവിടെ പെൻസിൽവേനിയയിൽ. ഒത്തിരിയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു റിസോർട്ടിൽ ഫൊക്കാനെ പോലെയുള്ള ഒരു വലിയ സംഘടനകൾ ഒരു കൺവെൻഷൻ നടത്തുന്നത്. അത് ഒരു ഫാമിലി കൺവെൻഷൻ ആക്കണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെന്യൂ എടുത്തത്. ഈ ഒരു ഹോട്ടൽ സമുച്ചയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിസോർട്ടിൽ ഏകദേശം 1000-ലധികം റൂമുകളും 6000-ലധികം ആൾക്കാർക്ക് ഒത്തുകൂടാനുള്ള മൾട്ടിപ്പിൾ കൺവെൻഷൻ സെന്ററുകളും 10,000-കണക്കിന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഔട്ട്ലെറ്റ് മാളുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ഇൻഡോർ വാട്ടർ പാർക്ക് മാത്രമല്ല ഔട്ട്ഡോർ വാട്ടർ പാർക്കും ഈ ഒരു സമ്മറോട് കൂടി തുടങ്ങുകയാണ്. സിപ്പ് ലൈൻ പോലുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പം ഒരു കുടുംബം എന്നുള്ള രീതിയിൽ, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഫൊക്കാനയുടെ ജൈത്രയാത്ര മുന്നേറുകയാണ്. നിങ്ങൾ ഏവരെയും ഈ ഒരു കൺവെൻഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് 2026 ഓഗസ്റ്റ് 6, 7, 8, 9 തീയതികളിലേക്ക്. ശരി, എന്തായാലും വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ. നമുക്ക് അവിടെ നിന്നുള്ള കുറച്ച് നിങ്ങളുടെ വിഷ്വൽസ് കൂടി കാണാം. എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഉൾപ്പെടെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാ പിള്ളേർക്കും ഓൾ ഡേ ഇവൻ വാട്ടർ പാർക്ക് ഇസ് ഓൾ ഡേ ഓപ്പൺ. ഇറ്റ്സ് ബെസ്റ്റ് പ്ലേസ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് വാട്ടർ പാർക്ക് ഇൻ ദ വേൾഡ് ആണ്. എല്ലാവരും വരിക, ഫാമിലി ആയിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുക, കൺവെൻഷൻ ചെയ്യിപ്പിക്കുക. നമുക്ക് 2026 ആ ചരിത്ര മുഹൂർത്തത്തില് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ കാനഡയിലെയും നോർത്ത് അമേരിക്കയിലെയും മൊത്തം ഫൊക്കാന പ്രവർത്തകർ ഒന്നിച്ചുകൂടി ആഘോഷിക്കാം. അടുത്ത 16 മാസം
എന്താ പറയുക, ഇനി കൺവെൻഷന്റെ പ്ലാനിങ്ങിനായിട്ടുള്ള തിരക്കിലായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. എല്ലാവരും, എല്ലാ അസോസിയേഷൻ മെമ്പർ അസോസിയേഷനിലെ ആൾക്കാരൊക്കെ പങ്കെടുക്കണം, ഇത് വിജയിപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുക. അപ്പോൾ നല്ല ഗംഭീരമായി ഫൊക്കാനയുടെ ഇന്റർനാഷണൽ കൺവെൻഷനുള്ള ഒരുക്കങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു ഡോക്ടർ സജിമോൻ ആന്റണി, വിശദമായി അമേരിക്കൻ രാഷ്ട്രീയത്തെപ്പറ്റി വിശദീകരിച്ചതിന്, ഈ ഫൊക്കാന സമ്മേളനത്തെപ്പറ്റി പറഞ്ഞതിന്. ഇനി നമ്മൾ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. ആശാവർക്കർമാരുടെ സമരം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. റൂൾ 50 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. ആഴക്കടൽ ഖനന നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന സർക്കാർ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം ഇന്ന് 23ാം ദിവസം. ആശാവർക്കർമാർ ഇന്നലെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. സമരം കൂടുതൽ കടുപ്പിക്കാനാണ് ആശമാരുടെ നീക്കം. ലഹരി വ്യാപനം തടയാൻ കൊച്ചിയിൽ ഇന്നും പോലീസിന്റെ പരിശോധന തുടരും. നഗരത്തിൽ വിപണനത്തിനായി ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാകും പരിശോധന. നഗരത്തിലേക്കുള്ള കഞ്ചാവിന്റെ ഒഴുക്ക് തടയാൻ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പരിശോധന. ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ബ്രഹ്മപുരം ചെറുതോട്ടുകുന്നിൽ സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കം വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേരും. പൊങ്കാല ഉത്സവത്തിന് നാളെ തുടക്കമാകും. പൊങ്കാല സമർപ്പണം ഈ മാസം 13-നാണ്. തെലങ്കാനയിൽ SLBC ടണലിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമം 11ാം ദിവസം. രക്ഷാപ്രവർത്തനത്തിന് റോബോട്ടിക് സഹായം തേടുന്നതും പരിഗണനയിലുണ്ട്. രക്ഷാപ്രവർത്തകരുടെ ജീവന് ഭീഷണിയാകും വിധം സാഹചര്യം ദുഷ്കരമായതിനാലാണ് നീക്കം. ഓഹരി വിപണി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യാനുള്ള പ്രത്യേക കോടതി വിധിക്കെതിരെ സെബി മുൻ മേധാവി മാധവി ബുച്ചും മറ്റ് 5 പേരും സമർപ്പിച്ച ഹർജി ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോൾസ് റിഫൈനറീസ് എന്ന സ്ഥാപനത്തെ BSEയിൽ ലിസ്റ്റ് ചെയ്തതിനെതിരെ മാധ്യമപ്രവർത്തകനായ സപൻ ശ്രീവാസ്തവയാണ് പരാതി നൽകിയത്. UK, അയർലൻഡ് സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഈ മാസം 9 വരെയാണ് സന്ദർശനം. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് അധിക താരിഫ് ഇന്നു മുതൽ നിലവിൽ വരും. എത്ര ശതമാനം താരിഫ് എന്നതിൽ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്നുണ്ടാകും. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അതേ നാണയത്തിൽ നേരിടുമെന്ന് കാനഡയും മെക്സിക്കോയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ 2:30-ക്കാണ് മത്സരം ആരംഭിക്കുന്നത്. തോൽക്കുന്ന ടീം ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്താകും. നാളെ നടക്കുന്ന 2ാം സെമിയിൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കയെ നേരിടും. ലഹോറിലെ ഗദ്ദാഫിയിലാണ് മത്സരം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ആവേശ പോരാട്ടം. ആദ്യപാദ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡുമായി ഏറ്റുമുട്ടും. മറ്റ് മത്സരങ്ങളിൽ PSV ആഴ്സണലിനെയും ഡോട്ട്മുണ്ട് ലീലിനെയും നേരിടും. രഞ്ജി ട്രോഫിയിൽ ചരിത്ര നേട്ടം കൈവരിച്ച കേരള ക്രിക്കറ്റ് ടീമിനെ ഇന്ന് സംസ്ഥാന സർക്കാർ ആദരിക്കും. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. നാട്ടിൽ മടങ്ങിയെത്തിയ ടീമിന് ഇന്നലെ വൻ സ്വീകരണമാണ് ലഭിച്ചത്. ചാർട്ടേഡ് വിമാനത്തിൽ വിദർഭയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയ ടീമിന് ആരാധകരും ക്രിക്കറ്റ് അസോസിയേഷനും ആവേശകരമായ സ്വീകരണം നൽകി. ഇനി ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന ആളുകൾക്കുള്ള ആശംസകളിലേക്കാണ്. ആദ്യം നൈനികയുടെ പിറന്നാളാണിന്ന്. വടകരയിൽ സ്വദേശിയാണ് നൈനിക. ആശംസകളുമായി അമ്മ ശ്രീനിയും അച്ഛൻ ശരത്തും. ഹാപ്പി ബർത്ത്ഡേ നൈനിക. പിറന്നാൾ ആഘോഷിക്കുന്ന ബാലരാമപുരം ഐത്തിയൂർ സ്വദേശി കണ്ണന് എല്ലാവിധ ആശംസകളും നേരുന്നത് നക്ഷത്ര, അബി, ശരത്, രാജേഷ് എന്നിവരാണ്. ഹാപ്പി ബർത്ത്ഡേ കണ്ണൻ. ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകൻ ആയ വിശ്വജിത്തിന്റെ
ജന്മദിനമാണ്. വിശ്വജിത്തിന് ആശംസകൾ നേരുന്നത് അമ്മ രജനി അഭിജിത്താണ്. ഹാപ്പി ബർത്ത്ഡേ വിശ്വജിത്ത്. കോട്ടയം സ്വദേശി ഏറ്റുമാനൂർ സ്വദേശിയായ ആൻ മരിയ ജസ്റ്റിന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. അനോജ, സരീഷ്, അരിജിത്ത് എന്നിവരാണ് ആശംസകൾ നേരുന്നത്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ആൻ മരിയയ്ക്ക്. ന്യൂസ് 18 പ്രേക്ഷകയായ അഞ്ജലി ദിനേശിന്റെ ജന്മദിനമായിരുന്നു. ആശംസകൾ നേരുന്നത് അച്ഛൻ ദിനേശിനും അമ്മ പ്രേമ ദിനേശും സഹോദരൻ ആകാശ് ദിനേശുമാണ്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അഞ്ജലിക്ക്. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. അത് ബർത്ത്ഡേ ആവട്ടെ, ആനിവേഴ്സറി ആവട്ടെ, ഏത് വിശേഷമായാലും അറിയിക്കേണ്ടത് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. 9346975748. വാട്സാപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഡേറ്റ് ഫോൺ നമ്പർ. കായിക ലോകത്തിന് ഇന്ന് ആവേശം പകരുന്നത് ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലാണ്. ഓസ്ട്രേലിയക്കെതിരെ ഇന്ന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ഒരു പ്രതികാരത്തിന്റെ പോരാട്ടം കൂടിയാണത്. അഭിമാനം തിരിച്ചു പിടിക്കാൻ ഏതറ്റം വരെയും പോയേ മതിയാവൂ നീലപ്പടയ്ക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലെല്ലാം വിജയം. എല്ലാവരും ഫോമിൽ. നീലപ്പടയ്ക്ക് തലവേദന ഒട്ടുമില്ല. പക്ഷേ എതിരാളികൾ ഓസ്ട്രേലിയയാണ്. ചരിത്രം നോക്കിയാൽ ഇന്ത്യ എത്ര വലിയ ഫോമിൽ നിന്ന് വന്നാലും ഓസ്ട്രേലിയയുടെ മുന്നിലെത്തുമ്പോൾ അടിപതറിയ നിമിഷങ്ങളുണ്ട്. എന്നാൽ ഇത്തവണ അതിന് സ്ഥാനമില്ല. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ ഇന്ത്യക്ക് അഭിമാനത്തിന്റെ പോരാട്ടം കൂടിയാണ്. അതിന് കാരണങ്ങൾ 3. 1. കിരീടം ഇന്ത്യ ഉറപ്പിച്ച ടൂർണമെന്റ് ആയിരുന്നു 2023 വേൾഡ് കപ്പ്. ഒറ്റ മത്സരം പോലും പരാജയമറിയാതെ ഫൈനലിലെത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു. ടീം മികച്ച ഫോമിലും. എന്നാൽ കലാശപ്പോരിൽ അതെല്ലാം അസ്തമിച്ചു. സ്വന്തം നാട്ടിൽ ലോകകപ്പ് കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ. ഓസ്ട്രേലിയ റാഞ്ചി എടുത്തുകൊണ്ട് പോയി. കാരണം 2. അവസാനമായി ഇന്ത്യയും ഓസ്ട്രേലിയയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് ഏറ്റുമുട്ടിയത്. ഓസ്ട്രേലിയ വേദിയായ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ തോറ്റു. ഇന്ത്യ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ട്രോഫിക്കുള്ള പ്രതികാരത്തിനായി അവസരം കാത്തു നിൽക്കുന്ന ഇന്ത്യക്ക് മുന്നിലേക്കാണ് മൈറ്റി ഓസീസ് സെമി കളിക്കാനെത്തുന്നത്. ഓസ്ട്രേലിയയെ ഇത്തവണ തോൽപ്പിച്ച് പകരം വീട്ടാൻ ഇന്ത്യക്ക് മുന്നിലുള്ളത് സുവർണാവസരമാണ്. കാരണം 3. ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന് ചാമ്പ്യൻസ് ട്രോഫി കൂടി കയ്യിൽ നിന്ന് പോയാൽ ഇന്ത്യൻ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കുന്ന അവസാന ICC ടൂർണമെന്റ് ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിരീടത്തോടെ ഇവർക്ക് ICC ടൂർണമെന്റുകളോട് വിട പറയാൻ സാധിക്കുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാത്തിരിക്കാം കത്തുന്ന ആവേശ പോരാട്ടത്തിനായി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് MS ഹരികൃഷ്ണൻ. ഹരി, ആവേശത്തോടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ചെറിയൊരു പ്രതികാരത്തിൻ്റെ ഒരു പഴയ കണക്ക് തീർക്കാനുണ്ട്. പക്ഷേ ഈ ഓസ്ട്രേലിയക്കെതിരെ വരുമ്പോൾ നമ്മൾ എത്ര സജ്ജമാണെങ്കിലും ഒരു ചെറിയ കൈവറ ഉണ്ടാവാറുമുണ്ട്. ആ രീതിയിൽ എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ നോക്കിക്കാണുന്നത്? വന്നാൽ പോലും നമ്മൾ ഓസ്ട്രേലിയക്ക് മുന്നിലെത്തുമ്പോഴേക്കും കാര്യങ്ങൾ അത്രമേൽ നമുക്ക് അനുകൂലമായി മാറാറില്ല. പക്ഷേ ഇത്തവണ അതിനുള്ളൊരു സ്ഥാനമില്ല എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ടൂർണമെൻറ്റുകളിലൊക്കെയായി ഇന്ത്യക്ക് ഓസ്ട്രേലിയക്ക് മുന്നിൽ അടി പതർന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ബോർഡർ ഗവാസ്കർ സീരീസ്. ആ സീരീസിലെ തോൽവി വല്ലാതെയാണ് ഇന്ത്യയെ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഒക്കെ നേടണമെന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ പോലും അതൊന്നും ഉണ്ടാകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് തന്നെ ഒരു വലിയ ക്ഷീണമായിരുന്നു ബോർഡർ ഗവാസ്കർ സീരീസ്. അതിലൂടെയാണ് ബുംറയ്ക്ക് പരിക്കേൽക്കുന്നത്. ബുംറ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി മിസ് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാം അതിൽ നിന്നാണ്. മാത്രമല്ല നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2015 വേൾഡ് കപ്പിലെ സെമി ഫൈനൽ ഇതേപോലൊരു സെമി ഫൈനലായിരുന്നു അത്. ആ സെമി ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുന്നു. 2023 വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ ഇന്ത്യ പരാജയപ്പെടുന്നു. അങ്ങനെ ഓസ്ട്രേലിയക്ക് മുന്നിൽ പരാജയപ്പെടുന്ന ഒരു കഥ എപ്പോഴും നമുക്ക് ഒരു തലവേദനയാണ്, ക്ഷീണമാണ്. പക്ഷേ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോഴേക്കും ഓസ്ട്രേലിയ എതിരാളികളായി സെമി ഫൈനൽ എതിരാളികളായി വരുമ്പോഴേക്കും ഇന്ത്യക്ക് വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നുമില്ല. കാരണം എല്ലാ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇത് വിജയിച്ചേ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ T20 വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം ഒരുപാട് സെറ്റ് ബാക്സ് നമുക്കുണ്ടായിട്ടുണ്ട്. ന്യൂസിലൻഡുമായിട്ടുള്ള ടൂർണമെൻറ്റ് പരാജയപ്പെടുന്നു, ഓസ്ട്രേലിയയുമായിട്ടുള്ള സീരീസ് പരാജയപ്പെടുന്നു, ന്യൂസിലൻഡുമായിട്ട് പരാജയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ തന്നെയായിട്ട് പരാജയപ്പെടുമ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫി അത് നിലനിൽപ്പിൻ്റെയും കൂടി ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അവസാനത്തെ ICC ടൂർണമെൻ്റ് ആണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല ഗൗതം ഗംഭീറിനും ഒരു വലിയ ക്ഷീണമാണ്. ഒരു കോച്ച്
കോച്ച് എന്ന രീതിയിൽ ഇന്ത്യൻ ടീമിനെ നേരെ നയിക്കാൻ സാധിക്കുന്നില്ല. പോകുന്ന ടൂർണമെന്റുകളെല്ലാം പരാജയപ്പെടുമ്പോഴേക്കും ഗംഭീറിന്റെ സ്ഥാനവും ഇത് ഈ ടൂർണമെന്റ് കൂടി പരാജയപ്പെടുകയാണെങ്കിൽ ഗംഭീറിന്റെ സ്ഥാനം പുറത്താണ്. ഗംഭീറിന് പിന്നെ ഇന്ത്യയുടെ കോച്ച് ആവില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു തലവേദന ക്യാമ്പിനുള്ളിലുണ്ട്. പക്ഷേ ടീമിൽ നോക്കുമ്പോഴേക്കും ടീം സജ്ജമാണ്. ടീം എല്ലാവരെയും കൊണ്ട് നമ്മൾ ബുംറയൊന്നും ഇല്ലാത്ത പക്ഷം നമുക്ക് സാധ്യത ഇല്ലാന്ന് കരുതിയിരുന്നെങ്കിൽ പോലും മുഹമ്മദ് ഷമിയൊക്കെ വലിയ ഫോമിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ ബൗളിംഗ് ടീം. ബാറ്റിംഗ് ടീമിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവർ ഫോമിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതും വലിയൊരു തലവേദനയൊക്കെ മാറി നിൽക്കുകയാണ്. മിഡിൽ ഓർഡറും കഴിഞ്ഞ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ മികച്ച രീതിയിൽ കണ്ടു. ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും എല്ലാവരും ചേർന്ന് ഇന്ത്യയെ നയിക്കുന്നത് കണ്ടു, ശ്രേയസ് അയ്യർ ഉൾപ്പെടെ. അപ്പോൾ ബാറ്റിംഗും ബൗളിംഗും എല്ലാം ശക്തമാണ്. പക്ഷേ ഓസ്ട്രേലിയക്ക് മുന്നിലേക്ക് വരുമ്പോഴേക്കും കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിപരീതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴേക്കും ആ കണക്കുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അഭിമാനത്തിൻ്റെയും കൂടി ഒരു മത്സരമായിട്ട് ഇന്ത്യ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷയോടെ ഇന്ത്യൻ ആരാധകർ ഉറ്റുനോക്കുന്ന മത്സരം. ഈ സെമി ഫൈനൽ ഓസ്ട്രേലിയക്കെതിരെ ജയിക്കാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഇന്ത്യക്ക് ഈ ടൂർണമെന്റ് തന്നെ നേടാനായി. ശ്രീജ, ശരി. MS ഹരികൃഷ്ണനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് വളരെ ശുഭ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. കണക്കുകളൊക്കെ തീർത്ത് സെമി ഫൈനലിൽ ഇന്ത്യ വിജയം നേടുമെന്ന്. വലിയ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും തോൽക്കാതെ വന്ന കേരള ടീമിന് രഞ്ജി ട്രോഫിയിൽ ചരിത്ര നേട്ടം കൈവരിച്ച കേരള ക്രിക്കറ്റ് ടീമിനെ ഇന്ന് സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കായികരംഗത്തെ പ്രമുഖരുമൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ടീമിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. സാങ്കേതികമായി റണ്ണറപ്പെങ്കിലും ആരാധക മനസ്സുകളിൽ ചാമ്പ്യന്മാരായി തന്നെയാണ് കേരള ടീം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പരാജയമറിയാത്ത ഒരു സീസൺ. കേരള ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻ ശക്തികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ആരും ഭയക്കുന്ന, ആരെയും ഭയക്കാത്ത സംഘം. ചാർട്ടേഡ് വിമാനത്തിൽ വിദർഭയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ടീമിന് ആരാധകരും ക്രിക്കറ്റ് അസോസിയേഷനും നൽകിയത് ആവേശകരമായ സ്വീകരണം. ആർത്തുവിളിച്ച് ആരാധകർ, സ്നേഹപ്രകടനങ്ങളിൽ വീർപ്പുമുട്ടി അഭിമാന താരങ്ങൾ. കൈയകലത്ത് നഷ്ടപ്പെട്ട കിരീടം അടുത്ത സീസണിൽ നേടിയെടുക്കുമെന്ന് നാടിനും ക്രിക്കറ്റ് ആരാധകർക്കും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഉറപ്പ്. ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു റണ്ണേഴ്സപ്പ് ആയാലും, പക്ഷേ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് വിൻ ചെയ്ത് രഞ്ജി ട്രോഫി, ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തോട് ഇതുപോലെ കൊണ്ടുവരണം തന്നെയാണ്. സച്ചിന്റെ ഫോട്ടോ കാണണം, കപ്പ് കിട്ടിയപ്പോഴും ഒരു ഫോട്ടോ. തീർച്ചയായിട്ടും ഗോഡ് ബ്ലെസ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തും വലിയ സ്വീകരണമാണ് താരങ്ങൾക്കൊരുക്കിയത്. സംസ്ഥാന സർക്കാരും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് താരങ്ങൾക്ക് സ്വീകരണം നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം ജാഗ്രത. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടി. ചമൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. ലഹരിക്കടിമയായ സഹോദരൻ അർജുനാണ് വെട്ടിയത്. പാലക്കാട് വണ്ടാഴിയിൽ ഗൃഹനാഥൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു. ഏറാട്ടുകുളമ്പ് സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സംഗീതയെ കോയമ്പത്തൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. സ്വന്തം വീട്ടിൽ പിതാവിന്റെ മുൻപിൽ വെച്ചായിരുന്നു കൃഷ്ണകുമാറിന്റെ ആത്മഹത്യ. പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിൽ. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം. തിരുവനന്തപുരം വിതുരയിൽ 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനം. പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വാഴത്തോപ്പിൽ വെച്ച് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേരെ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയച്ചു. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനുജൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വെഞ്ഞാറമ്മൂട് SHOയും സംഘവും മെഡിക്കൽ കോളേജിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ നിർണായക ദൃക്സാക്ഷിയെ കണ്ടെത്തി അന്വേഷണ സംഘം. ചെന്താമര
ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ടയാളാണിത്. ഇയാൾ 1 മാസത്തിലേറെ നെല്ലിയാമ്പതിയിൽ ഒളിവിൽ കഴിഞ്ഞു. ചെന്താമര തന്നെയും കൊല്ലുമെന്ന് യുവാവ് ഭയപ്പെട്ടിരുന്നു. അന്വേഷണ സംഘം യുവാവിന്റെ നിർണായക മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. ആന്റി റാഗിംഗ് സ്ക്വാഡ് നിഷ്ക്രിയമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റാഗിംഗ് സംബന്ധിച്ച് ക്രോഡീകരിച്ച റിപ്പോർട്ട് ഇല്ല എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കാത്തത് എന്തെന്നും തിരുവഞ്ചൂർ. വിവാദങ്ങൾക്കിടെ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് സംസ്ഥാന സർക്കാർ. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ B2 അവതരണം മാറ്റിവെച്ചു. ഈ ബില്ലിനുമേൽ ഗവർണർ മുൻകൂർ അനുമതി നൽകാത്തതാണ് കാരണം. സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളി. സബ്ജക്ട് കമ്മിറ്റിയിൽ ചർച്ചയാകാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ. നിലവിലുള്ള സംവരണ വ്യവസ്ഥയടക്കം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി മറുപടി നൽകി. സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനാകുമെന്നതാണ് സ്ഥിതി. അവ്യക്തതകളുടെ കൂടാരമാണ് ബില്ല്. ബില്ലിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. അക്കാദമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഒരാൾക്ക് അഡ്മിഷൻ നൽകാമെന്ന് വ്യവസ്ഥയുണ്ടെന്നും VD സതീശൻ. സ്വകാര്യ സർവകലാശാല CPM നയമല്ലെന്ന് MV ഗോവിന്ദൻ. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ ഇത് നടപ്പിലാക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് 18 അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമായി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. മോദി സർക്കാരിനെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഫാസിസ്റ്റായി ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ. ഫാസിസം വന്നു എന്ന് ഉറപ്പാക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മോദിയെ ഹിറ്റ്ലറോട് ഉപമിക്കേണ്ടി വരും. CPMന് ആ നിലപാടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ലഹരി തടയാനുള്ള നടപടിയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മയക്കുമരുന്ന് കേസുകളിലെ കേരളത്തിലെ ശിക്ഷാ നിരക്ക് 98% മുകളിൽ. സീരിയലും സിനിമയും ഉണ്ടാക്കുന്ന ദുസ്വാധീനം വലുതാണ്. റാഗിംഗ് ഒഴിവാക്കാൻ കൂടുതൽ ശക്തമായ ആന്റി റാഗിംഗ് നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു പിണറായി വിജയൻ. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ ആനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. വീടിന് സമീപം എത്തിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന കുഞ്ഞപ്പന് നേരെ തിരിയുകയായിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ദാരുണമായൊരു വാർത്തയാണല്ലോ വരുന്നത്, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടക്കുന്നത്. ഇത് ആ വീടിന് സമീപം, പ്രത്യേകിച്ച് ഈ കോതമംഗലം മേഖലയിൽ, കൂവക്കണ്ടം ആ മേഖലയിലെല്ലാം തന്നെയും കൂടുതലായിട്ട് എപ്പോഴും ഈ ആന ശല്യം നമുക്കറിയാം. വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. പ്രത്യേകിച്ച് ആന പലപ്പോഴും വീട്ടുമുറ്റത്ത് വരെ എത്തുന്നു എന്നെല്ലാം തന്നെ ആളുകൾ പറയാറുണ്ട്. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ തന്നെ കാട്ടാന അവിടേക്ക് എത്തുന്നു. വീടിൻ്റെ സമീപത്തെത്തിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ചുകൊണ്ട് അത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ച് ഓടിക്കുക, ഇതെല്ലാമാണ് അവിടെ നാട്ടുകാർ സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കാരണം, മറ്റ് വഴികളൊന്നും തന്നെയില്ല. അങ്ങനെ ഈ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ആളുടെ 70 വയസ്സുകാരനാണ് ഇവിടെ വീടിനടുത്തേക്ക് എത്തിയ, ഏതാണ്ട് വീട്ടുമുറ്റത്തോളം എത്തിയ ആനയെ തുരത്തുന്നതിന് വേണ്ടി പടക്കം പൊട്ടിക്കുകയും അതിനുശേഷം ആന പിൻവാങ്ങുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഈ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ആൾ വീണ്ടും അതിനെ പടക്കം പൊട്ടിച്ച് കൂടുതൽ ദൂരത്തേക്ക് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ആന തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആന തിരിഞ്ഞു നിന്നപ്പോൾ അത് കണ്ട് ഭയന്ന് തിരികെ വീട്ടിലേക്ക് ഓടുന്നു. വീട്ടിനകത്ത് കയറി ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ഈ ആനയുടെ ഭീഷണി ഒഴിഞ്ഞതിന് ശേഷം പരാവൂരിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഈ മേഖലയിൽ കൂടുതലാണ്. കോതമംഗലത്ത് പതിവായിട്ട് തന്നെ ആളുകൾ ഈ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാട്ടാനകളുടെ ശല്യം വളരെ കൂടുതലായിട്ട് വരുന്നു. ആളുകൾക്ക് രാത്രിയോ പുലർച്ചെയോ ഒന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. പല മേഖലയിലും ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ, ഇലക്ട്രിക് ഫെൻസിങ് നടപ്പാക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ അതിനിടയിലാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കാട്ടാനയെ കണ്ട ഭയന്ന് ഓടുന്നതിനിടെ കുഴഞ്ഞു വീണ് ഒരാൾ മരിച്ചിരിക്കുന്നു എന്നതാണ്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ
10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്ന് പോലീസിന്റെ നിഗമനം. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് സൂചന. പ്രതികൾ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സജീവ് സി വാര്യർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സജീവ്, ഈ വിഷയത്തിൽ പോലീസ് എത്തുന്നൊരു നിഗമനം ഈ നഞ്ചക്കൊക്കെ ഈ കുട്ടികളുടെ കയ്യിൽ വന്നത് കൃത്യമായൊരു ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്നാണോ? അതിന്റെ തെളിവുകൾ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ശ്രീജ, ഇപ്പോൾ 4 മൊബൈൽ ഫോണുകളാണ് കുട്ടികളുടെ വീടുകളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള തെളിവുകൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നു. അതോടൊപ്പം നഞ്ചക്കും ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. നഞ്ചക്ക് കണ്ടെടുത്ത വീട്ടിലെ കുട്ടിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹം അടക്കം, ഈ കുട്ടിയുടെ പിതാവ് അടക്കമുള്ള ആളുകൾ ഇതിൽ, അതായത് മുതിർന്ന ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അത്തരത്തിൽ ആസൂത്രണത്തിൽ അവരുടെ പങ്കുണ്ടോ എന്ന കാര്യം വിശദമായി അന്വേഷിക്കുകയാണ്. അതോടൊപ്പം ഈ കുട്ടികളുടെ ഒരു പശ്ചാത്തലം, ഇവർക്ക് വേറെ എന്തെങ്കിലും, അതായത് മയക്കുമരുന്ന് മാഫിയയുമായിട്ട് ബന്ധം, അത്തരത്തിലുള്ള ഏതെങ്കിലും ക്രിമിനൽ ബന്ധങ്ങൾ ഉണ്ടോ, അവർ ആ ബന്ധങ്ങളിലേക്ക് എത്തിപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കുട്ടികൾ ഇപ്പോൾ ജുവനൈൽ ഹോമിൽ തന്നെ തുടരുകയാണ്. അവർ ഇന്നലെ പരീക്ഷ എഴുതി. അപ്പോൾ അവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ജുവനൈൽ നിയമപ്രകാരമുള്ള പരിരക്ഷയെല്ലാം ലഭിക്കുന്ന കുട്ടികളാണ് പ്രതികൾ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മുതിർന്ന ആളുകൾ ഇതിൽ പ്രതിയാവുകയാണെങ്കിൽ അവരെയെല്ലാം തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ശ്രീജ. സജീവാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. കേരളത്തിൽ പലയിടത്തും ഈയിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. 2022 മുതലുള്ള 3 വർഷം 207 അപകടങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീ പിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് എന്താണ് കാരണം? അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ വാഹനങ്ങളിൽ നടത്തുന്ന ഓൾട്ടറേഷൻ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാവുന്നു എന്നാണ് ഗതാഗത വകുപ്പ് കണ്ടെത്തിയത്. ഈ ഓൾട്ടറേഷൻ നടത്തുന്നവർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം പോലും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ദൃശ്യങ്ങൾ മലയാളികൾ മറന്നു കാണില്ല. കണ്ണൂരിൽ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും ഭർത്താവും ഈ അപകടത്തിൽ മരിച്ചു. കുടുംബവുമൊത്ത് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ഡ്രൈവർ സീറ്റിനരികിൽ നിന്നും പെട്ടെന്ന് തീ ഉയരുകയും ക്യാബിൻ മുഴുവനായി കത്തിപ്പിടിക്കുകയുമായിരുന്നു. ഗതാഗത വകുപ്പിന്റെ അന്വേഷണത്തിൽ കാറിൽ പല വിധത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗുകളും ഘടിപ്പിച്ചിരുന്നതായി കണ്ടെത്തി. നിലവാരം കുറഞ്ഞ ഈ ഫിറ്റിംഗുകളിലെ ഷോർട്ട് സർക്യൂട്ടായിരുന്നു അപകട കാരണം. ഈ സംഭവത്തിൽ എന്ന പോലെ വാഹനത്തിൽ ഘടിപ്പിക്കുന്ന ഗുണനിലവാരം കുറഞ്ഞ എക്സ്ട്രാ ഫിറ്റിംഗുകളാണ് എപ്പോഴും പ്രധാന വില്ലൻ. ഇവ കാറുകൾക്ക് കൂടുതൽ ഇലക്ട്രിക്കൽ ലോഡ് നൽകുകയും അതുവഴി എളുപ്പത്തിൽ ഷോർട്ട് സർക്യൂട്ടിനും തുടർന്ന് തീപിടുത്തത്തിനും കാരണമാകുന്നു. കൃത്യമായി അല്ല ഇവ കാറുകളിൽ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അപകടം കൂടുതൽ എളുപ്പത്തിൽ സംഭവിക്കും. മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഇൻഫോർടൈൻമെന്റ്, മ്യൂസിക് സിസ്റ്റം, ക്യാമറ തുടങ്ങിയവ വിളിച്ചു വരുന്ന അപകടങ്ങൾ ചെറുതല്ല. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിംഗ് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പുറമേ നിന്ന് എക്സസൈസ് പിടിപ്പിക്കുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നത് ഈ വയറിംഗ്, അതായത് നമ്മുടെ ഇപ്പോൾ വാഹനത്തിൽ വരുന്ന വയറിങ്ങിനെ കട്ട് ചെയ്തിട്ടാണ് അവർ ലൂപ്പ് ചെയ്യുന്നത്. കട്ടിയിട്ട് ലൂപ്പ് ചെയ്തിട്ട് അതിന് ഒരു സോൾഡർ ചെയ്യും. പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാവും. അത് അവിടെ ഇരുന്ന് സോൾഡറിങ് എല്ലാം ലൂസായതിനു ശേഷം അതൊരു തീപിടുത്തത്തിലേക്ക് നയിക്കും. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലോ ക്വാളിറ്റി വയറാണ്. അവർ ചെയ്യുമ്പോഴത്തേക്കും അവർ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത്രയും ക്വാളിറ്റിയുള്ള വയറുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ലോഡ് താങ്ങാത്തതുകൊണ്ട്, ലോഡ് താങ്ങാതെ വരുമ്പോഴും ഇതിങ്ങനെ തീപിടുത്തത്തിലേക്ക് കാരണമാവാം. ഫ്യൂവൽ സിസ്റ്റത്തിലെ ചോർച്ച മറ്റൊരു കാരണമാണ്. ഫ്യൂവൽ പമ്പിലെ കേടുപാടുകൾ, ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ഇഞ്ചക്ടറിലെ തകരാറുകൾ എന്നിവ തീപിടുത്തത്തിന് വഴിവെക്കും. കാറിലെ ബ്രേക്ക് ഓയിൽ, സ്റ്റിയറിംഗ് ഓയിൽ തുടങ്ങിയവയുടെ ചോർച്ചയും ഒരു കാരണമാണ്. ഇവ നേരിട്ട് തീപിടുത്തത്തിന് കാരണമാകില്ലെങ്കിലും ഇത്തരം ലീക്കുകൾ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്ന ചെറിയ തീ പോലും വലിയ അപകടത്തിലേക്ക് എത്തിക്കും. എപ്പോഴും മാനുഫാക്ചർ കൊടുക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരിക്കും. ഇത് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലാത്ത സാധനങ്ങൾ വയ്ക്കുമ്പോഴത്തേക്കും ഇത് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ലോഡ്, അതൊരു വലിയൊരു ഇഷ്യൂവാണ്. ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ലോഡും വളരെ കൂടിയ ലോഡായിരിക്കും ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ലോഡ് വരുമ്പോഴത്തേക്കും ഈ വയറിംഗ്, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ലോ കോസ്റ്റ് ആക്സസറീസിൻ്റെ വയറിംഗ് ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴും ഈ വയറിംഗ് അവിടെ ഇരുന്നിട്ട് തീ പിടിക്കാനുള്ള, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാറിലെ പുകക്കുഴലുകൾക്ക് സമീപം പ്ലാസ്റ്റിക്, കടലാസ്, പുല്ല് എന്നിവയുണ്ടെങ്കിലും കുഴപ്പമാണ്. പുകക്കുഴലിലെ ഉയർന്ന ചൂട് ഇവ എളുപ്പത്തിൽ തീ പിടിക്കാൻ സാഹചര്യമുണ്ടാക്കും. വാഹനങ്ങളുടെ കാലപ്പഴക്കവും മറ്റൊരു കാരണമാണ്. ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്ന വാഹനം കൃത്യമായി ചെക്കപ്പുകൾ നടത്താതിരിക്കുന്നതും വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ എലി കയറുന്നതും അപകടം ക്ഷണിച്ചു വരുന്നതാണ്. ശ്രദ്ധിക്കുക, ബേസ് മോഡൽ വാഹനങ്ങൾ വാങ്ങി അവയിൽ കമ്പനി അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും
ആക്സസറീസ് ഫിറ്റ് ചെയ്ത് ടോപ്പ് എൻഡിലേക്ക് എത്തിക്കുന്ന പുതിയൊരു രീതി ഇന്ന് നിലവിലുണ്ട്. പല അപകടങ്ങളും അകാരണമെന്ന് തോന്നാമെങ്കിലും ഇവയ്ക്ക് പിന്നിലെ പ്രധാന വില്ലൻ ഇത്തരം മോഡിഫിക്കേഷനുകളാണ്. വളരെ ശക്തിയേറിയ ഹൈബീം ലൈറ്റുകൾ, മ്യൂസിക് സിസ്റ്റം, ഇൻഫോർടൈൻമെന്റ്, ക്യാമറ എന്നിവയെല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ്. അപകടം നടന്നത് ഇത്തരം മോഡിഫിക്കേഷൻ കാരണമാണെന്ന് കണ്ടെത്തിയാൽ ഇൻഷുറൻസ് തുക നിരസിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. പല അപകടങ്ങളിലും യാത്രക്കാർ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എപ്പോഴും ഈ ഭാഗ്യം തുണയായി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം ആഡംബരങ്ങൾ ഒഴിവാക്കുന്നതാവും നമുക്ക് നല്ലത്. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി ഉപയോഗം തടയാൻ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും ബോട്ട് ലാൻഡിംഗ് ഏരിയകളിലും പോലീസിന്റെ വ്യാപക റെയ്ഡ്. സെയിന്റ് ആൻഡ്രൂസ് മുതൽ കാപ്പിൽ വരെയുള്ള മേഖലകളിലാണ് റെയ്ഡ് നടത്തിയത്. പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ ഇതോടെ പൂർണ്ണമാവുകയാണ്. ഈ ദിവസം പ്രധാനപ്പെട്ട വാർത്തകൾ വരാനുള്ളത് ഒന്ന് നിയമസഭയിൽ നിന്ന് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുക എന്നതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണണം. അങ്ങനെ വിശദമായ വാർത്തകളുടെ ചർച്ചകളിലേക്കും വിശകലനങ്ങളിലേക്കും ഒക്കെ നമ്മൾ 9 മണി തൊട്ട് കടക്കും. അതിനു മുൻപ് ഇത് കണ്ടോ കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടി. ചമൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. ലഹരിക്കടിമയായ സഹോദരൻ അർജുനാണ് വെട്ടിയത്. പാലക്കാട് വണ്ടാഴിയിൽ ഗൃഹനാഥൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു. കുളമ്പ് സ്വദേശി കൃഷ്ണകുമാറാണ് മരിച്ചത്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സംഗീതയെ കോയമ്പത്തൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയം. സ്വന്തം വീട്ടിൽ പിതാവിന്റെ മുൻപിൽ വെച്ചായിരുന്നു കൃഷ്ണകുമാറിന്റെ ആത്മഹത്യ. പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിൽ. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം. തിരുവനന്തപുരം വിതുരയിൽ 16-കാരന് സമപ്രായക്കാരുടെ ക്രൂരമർദ്ദനം. പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വാഴത്തോപ്പിൽ വെച്ച് വിദ്യാർത്ഥിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേരെ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാതാപിതാ